നമ്മളിന്ന് നടക്കുന്നത് നമ്മുടെ DLED ടെക്സ്റ്റ് ബുക്കിലെ സെമസ്റ്റർ 2-ലെ 1ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പഠനം എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമുക്കറിയില്ല എന്താ പഠനം എന്ന് പറഞ്ഞാൽ. എന്നാ പഠനം? നിങ്ങൾക്ക് എന്നാ അറിയാം പഠനത്തെ പറ്റി? പഠനം എന്ന് പറഞ്ഞാൽ എന്നതാ? എന്നാ പഠനം എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്നവരല്ലേ. എന്നതാ ഈ പഠനം എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയത്തില്ലേ പഠിക്കട പഠിക്കട പഠിക്കടി പഠിക്കടി. എന്നാ ഈ പഠനം ശരിക്കും പറഞ്ഞാൽ? എന്താ ഈ പഠനം എന്ന് പറഞ്ഞാൽ? ഒരു കൃത്യമായിട്ടൊരു നിർവചനമുണ്ടോ? ഉണ്ടോ? പ്രതികരിച്ചു, യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പ്രതികരിച്ചു. ഇത്രയും പേരല്ലേ ഉള്ളൂ. പഠനമെന്ന് പറഞ്ഞാൽ എന്നാ? ശരിക്കും പഠനമെന്ന് പറഞ്ഞാൽ എന്നതാ? നിങ്ങളുടെ മനസ്സിൽ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പം നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ കയറിയിരിക്കും അല്ലേ. ഇതെന്തിനാ ഈ പഠിക്കുന്നത്? നമുക്കൊരു ലക്ഷ്യമുണ്ട്. കേറ്ററ്റ് എന്ന് പറയുന്ന പരീക്ഷ നമുക്ക് എങ്ങനെയെങ്കിലും പാസ്സാകണം. അപ്പം നമ്മൾ ലക്ഷ്യം മുൻനിർത്തി ചെയ്യുന്ന കാര്യത്തെ വേണമെങ്കിൽ പഠനം എന്ന് പറയാം അല്ലേ, ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ. ഇനിയും മറ്റൊരു രീതിയിൽ പറഞ്ഞാലോ, അറിവ് സമ്പാദിക്കാൻ വേണ്ടി പഠിക്കാം അല്ലേ. ഇപ്പം നമ്മളിപ്പം ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അല്ലേ, കൊച്ചു ക്ലാസ് തൊട്ട് നമ്മൾ പല രീതിയിലൂടെ പഠിപ്പിക്കും അല്ലേ. ശിശുകേന്ദ്രീകൃതം, അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഗ്രഥ സമീപനം, ഇതുപോലെ പല രീതിയിലൂടെ നമ്മൾ പഠിപ്പിച്ചു വരും. അവിടെ നമ്മൾ എന്താ പഠനം ഉദ്ദേശിക്കുന്നത്? കുട്ടികളുടെ അറിവ് സമ്പാദിക്കുക. അപ്പം ഇങ്ങനെ പല രീതിയിലൂടെ നമ്മൾ കുട്ടികൾക്ക് പഠനം അല്ലെങ്കിൽ പഠനം എന്ന് പറഞ്ഞ വാക്കിനെ നമ്മൾ എടുത്താൽ പല രീതിയിലൂടെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പോൾ സൈക്കോളജി പരമായിട്ട് അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് എന്താണ് പഠനം എന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, അതായത് ഇപ്പം നമ്മൾ ഈ കോട്ടയത്തും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മെയിൻ സെൻറ്ററിലൊക്കെ ചില സമയത്ത് സർക്കസുകൾ വരും, ശരിയല്ലേ? സർക്കസുകൾ കണ്ടിട്ടുണ്ടോ? സർക്കസ് കണ്ടിട്ടുണ്ടോ? ആരും മിണ്ടുന്നില്ലേ? നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്താണല്ലോ കിട്ടുമോ? ഇതിൻ്റെ അകത്ത് എന്ത് വേണം ഇടാം കേട്ടോ. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാം. അതിൻ്റെ അകത്തൊരു 3 കുത്തുണ്ട്. ആ 3 കുത്തിനകത്ത് പോയാൽ ഇന്നെ കോൾ മെസ്സേജ് ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കാം. മൈക്ക് ഓൺ ആക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം കേട്ടോ. സർക്കസ് കണ്ടിട്ടുണ്ടോ? സർക്കസ് ഉണ്ടോ? റീലിലും കണ്ടിട്ടുണ്ടോ സർക്കസായിട്ട്? ആരും കണ്ടിട്ടില്ല. ഉണ്ട്. എന്താ ഈ സർക്കസിൻ്റെ പ്രത്യേകത? ഇതിനകത്ത് മനുഷ്യർ മാത്രമാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? മനുഷ്യർ മാത്രമാണോ ഈ നമ്മളെ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ല, മൃഗങ്ങളും ഉണ്ട്, ശരിയല്ലേ? ഈ മൃഗങ്ങൾ എങ്ങനെ ഇത് പഠിക്കുന്നത്? മനുഷ്യരവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ പരിശീലനം നൽകും അല്ലേ. അപ്പോൾ പഠനം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പരിശീലനം നൽകൽ കൂടിയാണ്. അപ്പോൾ ഈ പരിശീലനം നൽകുന്ന വഴി എന്നാ സംഭവിക്കും? ബിഹേവിയറൽ ചേഞ്ച് വരും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൊച്ചിനെ നമ്മൾ പറയുന്നുണ്ടല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളെ വലുതായി വരുമ്പോൾ അവരിൽ വരേണ്ട ബിഹേവിയറൽ ചേഞ്ചസ്. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഒരു പ്രായമായ ഒരാളെ കണ്ടാൽ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. അല്ലെങ്കിൽ വലിയ ആൾക്കാർ ഇരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇരിക്കാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ കഴിച്ച പാത്രം അല്ലെങ്കിൽ ടേബിള് സ്വന്തമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം, സ്വന്തം ഡ്രസ്സുകൾ അയൺ ചെയ്യണം, അലക്കണം. ഇതുപോലെയുള്ള പല ബിഹേവിയറിലുണ്ട് അല്ലേ, സ്വഭാവ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ പഠനം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താം, അഥവാ ബിഹേവിയറൽ ചേഞ്ച് വരാം. അല്ലെങ്കിൽ വ്യവഹാര മാറ്റം വരാം, അതും അല്ലെങ്കിൽ ചേഷ്ടാവാദം മാറ്റം വരാം. ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം ശ്രദ്ധിച്ചു. എന്താണ്? പഠനം വഴി ബിഹേവിയറൽ ചേഞ്ച് വരാം, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ മാറ്റം വരാം. 2 വേർഡാണ് അതിനെപ്പറ്റിയുള്ളത്. ഒന്ന് ബിഹേവിയറിസം, 2 പെരുമാറ്റ മനഃശാസ്ത്രം. അല്ലെങ്കിൽ ചേഷ്ട, അല്ലെങ്കിൽ അവൻ്റെ ചേഷ്ടകളിൽ മാറ്റം. അതൊരു ചെറിയ പഴയ വാക്കാണ് അല്ലേ. ചേഷ്ടം എന്നൊക്കെ പറയുന്നത് പഴയ വാക്കുകളാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ചേഷ്ടാവാദം നടക്കുന്നത്, അതായത് ബിഹേവിയറും തന്നെ അർത്ഥം. അല്ലെങ്കിലോ നമ്മൾ പറയുന്ന പോലെ ബിഹേവിയറിസ്റ്റായിട്ട് ചേഞ്ച് തരാം. അപ്പോൾ ഇതിന് പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പഠനത്തെ നമ്മൾ ബിഹേവിയറായിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു സിദ്ധാന്തം മുൻനിർത്തിയാണ് ബിഹേവിയറിസം അല്ലെങ്കിൽ ചേഷ്ടാവാദം എന്ന് പറയുന്ന കോൺസെപ്റ്റ് സൈക്കോളജി മുന്നോട്ട് കൊണ്ടുവന്നത്. ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ പഠനം വഴിയാണ് എന്ത് നടക്കുന്നത്? ബിഹേവിയറൽ ചേഞ്ച് കുട്ടികളിൽ വരുന്നത്. അതായത് കുട്ടികളിൽ നമ്മൾ സ്കൂളിലുള്ള ഡിസിപ്ലിൻസ് പഠിപ്പിക്കും, വീട്ടിലെ പ്രൈമറി കാര്യങ്ങൾ പഠിപ്പിക്കും, ടോയ്ലറ്റ് ട്രെയിനിങ്ങുകൾ പഠിപ്പിക്കും, സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടാൻ പഠിപ്പിക്കും. ഇതെല്ലാം നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? കുഞ്ഞ് ക്ലാസ് തൊട്ട് പഠിപ്പിക്കും. എന്തിനാ? പല്ല് കേൾക്കാൻ പഠിപ്പിക്കും അല്ലേ. ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് പഠിപ്പിക്കുന്നത്? ആ ഒരു ചേഞ്ച് കൊച്ചു പ്രായത്തിൽ അവൻ പഠിച്ചാൽ അവൻ്റെ വാർദ്ധക്യം വരെ അല്ലെങ്കിൽ അവൻ്റെ മരണം വരെ അവൻ ആ ശീലം കൊണ്ട് നടക്കും. അതായത് ആ ഒരു ബിഹേവിയർ അവൻ കൊണ്ട് നടക്കും. എന്ന് പറഞ്ഞ പോലെ മൃഗങ്ങളിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മൃഗങ്ങളത് ജീവിതത്തിൽ എന്ത് ചെയ്യും?
നമ്മൾ ട്രെയിൻ ചെയ്ത കാര്യത്തെ അവരും പ്രാവർത്തികമാക്കുവാനായിട്ട് നോക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നോക്കിയേ, എന്താണ് പഠനം എന്ന് പറഞ്ഞാൽ, നോക്കിയേ, ആദ്യമായി സ്കൂളിൽ വരുന്ന ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെല്ലാം ശേഷികൾ ആർജിച്ചിട്ടുണ്ട് നമ്മളൊരു ചോദ്യമാണ്. നമുക്കറിയാം, കൊച്ചു കൊച്ചു വാക്യങ്ങൾ അവന് പറയാനാവും. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ടോയ്ലറ്റിൽ പോകണം, ബാത്റൂമിൽ പോകണം, അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ പോകണം, ഇതുപോലെയുള്ള, അല്ലെങ്കിൽ ഇച്ചിച്ചിക്ക് പോകണം, ഇതെല്ലാം കുട്ടികൾക്കറിയാം അല്ലേ. പിന്നെ പേരുകൾ, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേരുകൾ അറിയാം. ഭക്ഷണം സ്വന്തമായിട്ട് കഴിക്കാൻ അറിയാം. ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും, അതായത് അതെന്നാ, ഇതെന്താ, അങ്ങനെ, അതെന്നാ, എങ്ങനെ, പിന്നെ അങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കും, അനുസരിക്കും. ഇന്നത്തെ കാലത്ത് അത്രയും ഇല്ല, എന്നാലും ഉണ്ട് അല്ലേ. പിന്നെ മറ്റ് കുട്ടികളുമായി കളികളിൽ ഏർപ്പെടും. ഇതൊക്കെ കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുമ്പോഴുള്ള കുട്ടികളുടെ പ്രതികരണമാണ്. ഇനിയും നിങ്ങളുടെ നിർബന്ധത്തിൽ വന്നാൽ നമുക്ക് പഠനത്തെ പറ്റി നോക്കിയാൽ പഠനം നടക്കുന്നത് എങ്ങനെയൊക്കെയാണ്? നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും ആവർത്തനത്തിലൂടെയും ശ്രമപരാജയത്തിലൂടെയും പങ്കാളിത്തം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടലിലൂടെയും അന്വേഷണം കണ്ടെത്തലിലൂടെയും പ്രശ്നപരിഗണനത്തിലൂടെയാണ് എന്നാ നടക്കുന്നത്? പഠനം നടക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്ന ഇതിൽ ഓരോന്നോരോന്നോരോ നമ്മൾ നോക്കും. കാരണം ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇനി ഇത് കണ്ടുപിടിച്ച കുറേ ആൾക്കാരും ഉണ്ട്, അവരെ നമുക്ക് എടുത്തെടുത്ത് പഠിക്കണം കേട്ടോ. ഇനിയും നമുക്ക് നോക്കാം എന്താണ് പഠനം. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അത് നമുക്ക് കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. അത് സൈക്കോളജി പഠിക്കുന്ന സെമസ്റ്റർ 2കാർ ഇതിനെപ്പറ്റി വായിച്ച് മനസ്സിലാക്കി പഠിച്ചോളൂ. നമുക്ക് പഠിക്കേണ്ടത് ഇവിടെ മെയിനായിട്ടൊരു തിയറി പറയുന്നുണ്ടോ, പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ. ഞാൻ പഠനം എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ തന്നു അല്ലേ. പഠനം എന്ന് പറഞ്ഞാൽ വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന, അല്ലെങ്കിൽ വ്യക്തിയിൽ സ്വഭാവ മാറ്റം വരുത്താൻ കഴിവുള്ള ഒന്നാണ് പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പഠനത്തെ ബിഹേവിയറിസമായിട്ട് കൺസെപ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പഠനത്തെ നമ്മൾ വ്യവഹാര മനഃശാസ്ത്രം അല്ലെങ്കിൽ ചേഷ്ടാവാദം എന്നൊക്കെ പറയും കേട്ടോ. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ പല രീതിയിലായിരിക്കുന്നത്. അപ്പോൾ ചേഷ്ടാവാദം, വ്യവഹാര മനഃശാസ്ത്രം, ബിഹേവിയറിസം എന്നൊക്കെ ചോദിച്ചാലും ഒന്നേ ഉള്ളൂ, എന്താണ്? ബിഹേവിയറൽ ചേഞ്ചസ്, അല്ലെങ്കിൽ വ്യവഹാരമായിട്ടുള്ള മാറ്റം. പഠനം മൂലം വ്യവഹാരത്തിൽ വരുന്ന മാറ്റമാണ് വ്യവഹാര മനഃശാസ്ത്രം അല്ലെങ്കിൽ ബിഹേവിയറിസം അല്ലെങ്കിൽ ചേഷ്ടാവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വ്യവഹാര മനഃശാസ്ത്രം കണ്ടുപിടിച്ചത്, ശ്രദ്ധിക്കണം, 4 പേരാണ് കേട്ടോ. 4 പേരും പരീക്ഷണം നടത്തിയത് മനുഷ്യരിലല്ല, മറിച്ച് മൃഗങ്ങളിലാണ് പരീക്ഷണം നടത്തിയത് കേട്ടോ. അതായത് വ്യവഹാരവാദത്തെ പറ്റിയുള്ള കോൺസെപ്റ്റുകൾ ഇവിടെ തൊട്ട് നിങ്ങൾ നോട്ട് എഴുതണം. വ്യവഹാരവാദമാണ് നമുക്ക് ആദ്യമേ പഠിക്കേണ്ടത്. വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മുൻപോട്ട് കൊണ്ടുവന്നത് 4 പേരാണ്. ആ 4 പേരും പരീക്ഷണം നടത്തിയത് ആരിലാണ്? മൃഗങ്ങളിലാണ്. ആ കാര്യം ഓർത്തു വെക്കണം കേട്ടോ. ആ 4 പേരുടെ പേരും അവർ കണ്ടുപിടിച്ച തിയറികളും അവർ ആരിലാണോ പരീക്ഷണം നടത്തിയതും ഇപ്പം ഞാനൊരു കോഡിലൂടെ പറയാം. വളരെ സിമ്പിളാണ്. പപ്പ, വായേ, പൂത്ത. പഠിച്ചോ. എന്താണ്? പപ്പ, വായേ, പൂത്ത. അതായത് കൊച്ചുങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ശരിയല്ലേ? ഇത് കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ച് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. കൊച്ചുനാൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ കൊച്ചുനാളിൽ കുഞ്ഞുങ്ങൾ പറയുന്ന അക്ഷരമാണെന്ത്? പപ്പ. ഒരു മുറ്റത്തൊരു പൂച്ചയെ കണ്ടുകൊണ്ട് പറഞ്ഞതാണ് വായേ പൂത്ത എന്നാണ് കൊച്ചു പറഞ്ഞത്. അപ്പോൾ എന്താണ് ആ കൊച്ചു പറഞ്ഞതെന്ന് എഴുതി നോക്കിയേ. കൊച്ചു പറഞ്ഞത് എന്നാ? ഒരു കോട ഇതുവഴി എല്ലാം ഉണ്ട്. നോക്കിയേ, പപ്പ വാ ഏ. ഞാൻ എഴുതി ഇങ്ങനെ കേട്ടോ, കൊച്ചല്ലേ പറയുന്നത്, അതുകൊണ്ട് ആ കൊച്ചിൻ്റെ രീതിയിൽ തന്നെ എഴുതുക കേട്ടോ. പൂത്ത. പപ്പ വായേ പൂത്ത എന്നാണ് കൊച്ചു പറഞ്ഞത്. അതിലെന്താണ് കൊച്ച് അർത്ഥമാക്കുന്നത്? നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്താൽ നമുക്ക് വ്യവഹാര മനഃശാസ്ത്രത്തിലുള്ള 3 പേരെ കിട്ടും. അതിലൊന്നാമത്തെ ആളാണ് ഈ പായാണ് പാവ്ലോവ്. ആരാണ്? പാവ്ലോവ് കേട്ടോ. പാവ്ലോവ് കേട്ടോ. പപ്പായ്ക്കകത്തെ ഒന്നാമത്തെ പായാണ് പാവ്ലോവ്. പാവ്ലോവ് പരീക്ഷണം നടത്തിയത് ആരിലാണ്? അടുത്ത പാ എടുത്താൽ മതി, പട്ടി. പാവ്ലോവ് ആരിലാണ് പരീക്ഷണം നടത്തിയത്? പട്ടിയിലാണ് പരീക്ഷണം നടത്തിയത് ഉണ്ടോ. അപ്പോൾ പപ്പായ്ക്കകത്തുണ്ട് പാവ്ലോവിൻ്റെ പട്ടി. അപ്പോൾ പാവ്ലോവാണ് ഒന്നാമത്തെ ആൾ. അദ്ദേഹം പരീക്ഷണം നടത്തിയത് ആരിലാണ്? പട്ടിയിലാണ് പരീക്ഷണം നടത്തിയത്. ഇനിയും കൊച്ചെന്നാ പറഞ്ഞത്? വായേ എന്നാ പറഞ്ഞത് അല്ലേ. അപ്പോൾ വാട്സൺ കേട്ടോ. വാ എന്ന് പറഞ്ഞാൽ ആരാണ്? വാട്സൺ കേട്ടോ. വാട്സൺ. എ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? എ എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ എ കൂട്ടി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എന്നാ? വായേ എലി കേട്ടോ. എ കൂട്ടി എലി കേട്ടോ. അപ്പോൾ വാട്സൺ പരീക്ഷ നടത്തിയത് എന്തിലാണ്?
എലിയിലാണ്. ഇനിയും പൂ കൂട്ടി എന്നാ പറയാൻ പറ്റും? പൂച്ച. താ ആരാ? തോണ്ടയ്ക്ക് കേട്ടോ, തോണ്ടയ്ക്ക്. അപ്പം നോക്കിയേ, 3 പേരും അവർ പരീക്ഷണം നടത്തിയ മൃഗങ്ങളുടെയും പേരായോ? പപ്പ, വായേ, പൂത്ത. അപ്പം നോക്കിയേ, ആദ്യത്തെ എന്ന് പറഞ്ഞ ആരായിരുന്നു? പാവ്ലോവ്. ആരാ പരീക്ഷണം നടത്തിയത്? പട്ടിയിൽ. വായേ എന്നാണ് കൊച്ചി വിളിച്ചത്. വാ എന്ന് പറഞ്ഞാൽ ആരാണ്? വാട്സൺ. എന്ന് പറഞ്ഞാൽ ആരാണ്? എലി. ഇനിയും പൂത്ത എന്നാണ് കൊച്ചു പറഞ്ഞത്. പൂച്ച എന്ന് പറഞ്ഞാൽ പൂവെടുക്കുക. താ എന്ന് പറഞ്ഞാൽ ആളുടെ പേരാണ്. ആളുടെ പേരെന്താണ്? തോണ്ടേക്ക്. ഇവർ 3 പേരായി ഒരാളൂടിയുണ്ട്. അദ്ദേഹമാണ് SRS. എന്തിനാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. പപ്പ, വായേ, പൂത്ത, SRS എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ പറയത്തില്ലേ ORS എന്ന് പറയുന്ന പേര് നമ്മൾ പറയുന്നതാണ് SRS കേട്ടോ. അപ്പോൾ നോക്കിയേ, പപ്പ, വായേ, പൂത്ത, SRS. SRൽ ഒരാളിരിപ്പുണ്ട്. S ആണ് നമ്മുടെ സ്കിന്നർ കേട്ടോ. സ്കിന്നർ. S ആണ് നമ്മുടെ സ്കിന്നർ. അപ്പം 4 പേരായി വ്യവഹാരവാദികൾ: പാവ്ലോവ്, വാട്സൺ, തോണ്ടയ്ക്ക്, സ്കിന്നർ. സ്കിന്നർ ആരിലാണ് പരീക്ഷണം നടത്തിയത്? റാറ്റിലാണ് പരീക്ഷണം നടത്തിയത് കേട്ടോ. അതായത് എലിയിലാണ് സ്കിന്നറും പരീക്ഷണം നടത്തിയത്. ഇനിയും ഈ RS എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കണം, ഇവർ 3 പേരും ആര്? പാവ്ലോവും വാട്സണും തോണ്ടയ്ക്കും സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധമാണ് കൊണ്ടുവന്നത്. അതായത് ചോദക പ്രതികരണ ബന്ധമാണ് കൊണ്ടുവന്നത്. ആരൊക്കെ? പാവ്ലോവും, ഓർത്തിരിക്കേണ്ട കേട്ടോ, പാവ്ലോവും വാട്സണും തോണ്ടയ്ക്കും എന്ത് ബന്ധം കൊണ്ടുവന്നു? SR ബന്ധമാണ് കൊണ്ടുവന്നത്. അതായത് ചോദക പ്രതികരണ ബന്ധം, സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം. S എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ്, R എന്ന് പറഞ്ഞാൽ റെസ്പോൺസ്. അപ്പം പാവ്ലോവും തോണ്ടയ്ക്കും വാട്സണും കൊണ്ടുവന്ന എന്ത് ബന്ധമാണ്? SR ബന്ധം. അതായത് ഒരു പ്രതികരണം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചോദകം കൊടുക്കുകയാണെങ്കിൽ, ആ ചോദകത്തിന് അനുസ്യൂതമായി ഒരു പ്രതികരണം നമുക്ക് കിട്ടും എന്നാണ് ഇവർ 3 പേരും പറഞ്ഞത്. ആര്? പപ്പ, വായേ, പൂത്തയിലുള്ള ആൾക്കാർ പറഞ്ഞത്. അതുകൊണ്ടാണ് അവരെ ഒരുമിച്ച് ഞാൻ പറഞ്ഞത്. ഓർത്തിരിക്കണം, പാവ്ലോവും വാട്സണും തോണ്ടയ്ക്കും കൊണ്ടുവന്ന എന്ത് ബന്ധമാണ്? SR ബന്ധമാണ് കൊണ്ടുവന്നത്. S എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ്, R എന്ന് പറഞ്ഞാൽ റെസ്പോൺസ്. മലയാളത്തിൽ പറഞ്ഞാൽ ചോദക പ്രതികരണം. അതായത് എന്തെങ്കിലും ഒരു ചോദകം കൊടുക്കുമ്പോൾ അവിടുന്ന് ഒരു പ്രതികരണം കിട്ടുക. ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കൊച്ച് കരയുക. അപ്പോൾ ആ കൊച്ചിന് നമ്മളൊരു ചോദകം കൊടുക്കുകയാണ്, ഒരു മിഠായി. ഒരു മിഠായി ആ കൊച്ചിന് കൊടുക്കുമ്പോൾ, ഒരു ചോദകമായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്നാ റെസ്പോൺസ് കിട്ടി? കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ചിരി കിട്ടി. കണ്ടോ, കരയുന്ന കൊച്ചിനെ നമ്മൾ ചിരിപ്പിക്കുകയും ചെയ്തു. നമ്മളൊരു ചോദകം കൊടുത്തു, കൊടുത്ത ചോദകം മിഠായി. നമുക്ക് കിട്ടിയ റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം എന്ന് പറയുന്നത് കൊച്ചിൻ്റെ കരച്ചിൽ നിന്ന് കൊച്ച് ചിരിച്ചു. അവിടെ സംഭവിച്ചത് എന്താണ്? ഒരു ചോദകം വഴി നമുക്ക് എന്നാ കിട്ടും? ഒരു റെസ്പോൺസ് കിട്ടും. ആ ബന്ധമാണ് പപ്പ, വായേ, പൂത്തയിലുള്ള പാവ്ലോവും വാട്സണും തോണ്ടയ്ക്കും കണ്ടുപിടിച്ചത്. പാവ്ലോവ് പട്ടി വഴിയും വാട്സൺ എലിയെ ഉപയോഗിച്ചും തോണ്ടയ്ക്ക് പൂച്ചയെ ഉപയോഗിച്ച് കണ്ടുപിടിച്ചത് എന്താണ്? SR ബന്ധമാണ്. പക്ഷേ 4ാമത് വന്ന SRS എന്ത് ചെയ്തു? തലതിരിച്ച് കാണിച്ചു. അതായത് അവനും ഒരു വ്യവഹാരവാദിയാണ്, അല്ലെങ്കിൽ ഒരു ചേഷ്ടാവാദിയാണ്, അല്ലെങ്കിൽ ഒരു ബിഹേവിയറിസ്റ്റ് ആണ്. പക്ഷേ സ്കിന്നർ പറഞ്ഞത് RS ബന്ധമാണ് നല്ലത്. കണ്ടോ, SRSൻ്റെ അകത്ത് R 2 തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. R ഒരെണ്ണം റാറ്റിൻ്റെ എലിയായിട്ടും മറ്റേ R റെസ്പോൺസ് ആയിട്ടും കേട്ടോ. അപ്പം ഈ 4 പേരെ തന്നാൽ അവരിൽ ഒറ്റ ആനയെ കണ്ടെത്താൻ ഒരു വട്ടം ചോദിച്ചായിരുന്നു. അതിൽ ഒറ്റയാൻ ആരാ? ഈ 4 പേരിൽ ഒറ്റയാൻ ആരാ? നമ്മുടെ സ്കിന്നറാണ്. കാരണം എന്താണ്? പാവ്ലോവും വാട്സണും തോണ്ടയ്ക്കും SR ബന്ധത്തിൽ ഉറച്ചു നിന്നപ്പോൾ സ്കിന്നർ മാത്രം വ്യവഹാരവാദി ആയിരുന്നിട്ട് പോലും എന്നാ സംഭവിച്ചു? RS ബന്ധമാണെന്ന് പറഞ്ഞു കേട്ടോ. സ്കിന്നറാണ് വന്ന് പറഞ്ഞത് ഈ ബന്ധമെല്ലാം തെറ്റാണ്. ഏത്? SR ബന്ധത്തിലൂടെ ഒന്നും കാര്യം നടക്കത്തില്ല. എന്ത് ബന്ധമാണ് വേണ്ടത്? RS ബന്ധം വേണമെന്ന് പറഞ്ഞു. അതായത് ചോദക പ്രതികരണ ബന്ധമല്ല വേണ്ടത്, പകരം പ്രതികരണ ചോദക ബന്ധമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതായത് നമ്മൾ നേരെ ഇപ്പോൾ പറഞ്ഞ് ചിരിച്ചു നോക്കി, ഒരു കൊച്ച് കരയുവാണ്. കൊച്ചിന് നമ്മൾ ആദ്യം കൊടുത്ത് എന്ത് ചെയ്തു? മുട്ടായി കൊടുത്തപ്പോൾ കൊച്ച് ചിരിച്ചു എന്നുള്ളതിനെ തിരിച്ചു പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ആര് പറഞ്ഞത്? സ്കിന്നർ പറഞ്ഞത്. അതായത് പ്രതികരണത്തിനനുസരിച്ച് നമുക്ക് എന്നാ ഉണ്ടാക്കാൻ പറ്റും? ചോദകങ്ങൾ നിർമ്മിക്കാൻ പറ്റും. അതാണ്
ആര് കണ്ടുപിടിച്ചത്? സ്കിന്നർ കണ്ടുപിടിച്ചത്. ഇത്രയും ക്ലിയർ ആയോ? ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താ? വ്യവഹാരവാദികൾ ആരാണെന്നും അവർ പരീക്ഷണം നടത്തിയത് എന്തിലാണെന്നും അവരുടെ ബന്ധം എന്താണെന്നുമാണ് കണ്ടുപിടിച്ചത്. ഒന്നുകൂടി പറഞ്ഞുതരാം. വ്യവഹാരവാദികൾ 4 പേര്, പഠിക്കാനുള്ള കോഡ് പപ്പ, വായേ, പൂത്ത, SRS. അതിൽ പപ്പായിലുള്ള പാവ്ലോവും വായയിലുള്ള വാട്സണും പൂത്തയിലുള്ള തോണ്ടയ്ക്കും കൂടി എന്ത് ബന്ധം കണ്ടുപിടിച്ചു? നമ്മുടെ SR ബന്ധം അല്ലെങ്കിൽ ചോദക പ്രതികരണ ബന്ധം കണ്ടുപിടിച്ചു. അപ്പോൾ സ്കിന്നർ വന്ന് മാറ്റി പറഞ്ഞു അതൊന്നും നടപ്പിലുള്ള കാര്യമല്ല മക്കളെ, എന്ത് ബന്ധമാണ് നല്ലത്? RS ബന്ധമാണ് നല്ലതെന്ന് പറഞ്ഞു. അതായത് പ്രതികരണ ചോദകമാണ് നല്ലതെന്ന് സ്കിന്നർ വന്ന് പറഞ്ഞു. ക്ലിയർ ആയോ? അത്രയും ക്ലിയർ ആയോ? ഡൗട്ടുണ്ടോ? ഇത് ക്ലിയർ ആക്കിയെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? കിട്ടിയോ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ 4 പേരെ ഒരുമിച്ച് നിങ്ങളുടെ കയ്യിലോട്ട് തന്നു. ഇപ്പം താഴെ പറയുന്നവയിൽ വ്യവഹാരവാദികളിൽ ഒറ്റയാൻ ആര് എന്നൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ എന്നാ ഉത്തരം പറയും? സ്കിന്നർ. കാരണം എന്താ? സ്കിന്നറാണ് RS ബന്ധത്തിൽ ഉറച്ചു നിന്നത്. പാവ്ലോവും വാട്സണും തോണ്ടയ്ക്കും എന്ത് ബന്ധത്തിലാണ്? SR ബന്ധത്തിലാണ് ഉറച്ചു നിന്നത് കേട്ടോ. എഴുതി വെക്കണം, ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, വ്യവഹാര മനഃശാസ്ത്രത്തിലെ ആദ്യത്തെ ആളാണ്. കണ്ടോ ഇവിടെ പറയുന്നുണ്ടോ, ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോ പ്രതികരണങ്ങളോ ആയി വാദിക്കുന്ന സമീപനമാണ് ബിഹേവിയറിസം അല്ലെങ്കിൽ ചേഷ്ടാവാദം അല്ലെങ്കിൽ വ്യവഹാരവാദം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ 4 പേരും പറഞ്ഞത് ചോദകവും പ്രതികരണവും വേണവും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ 4 പേരെ ഏത് ഗണത്തിൽപ്പെടുത്തിയത്? നമ്മുടെ വ്യവഹാരവാദികളായിട്ടുള്ള ഇതിൻ്റെ അകത്ത് പെടുത്തിയത്. പക്ഷേ അതിലൊരാൾ മാത്രം RS ബന്ധമാണ് പറഞ്ഞത്, SR ബന്ധത്തിന് പകരം. അതുകൊണ്ട് സ്കിന്നർ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഇനിയും നമ്മൾ അതിൽ ഒന്നാമത്തെ ആളെ കാണാൻ പോവാണ്, ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. നമ്മൾ പഠിച്ചു പപ്പായയാണ്, പപ്പ വായ പൂത്തയിലെ പപ്പാനെയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. പപ്പ ആരാണ്? പാവ്ലോവാണ്. പാവ്ലോവ് പരീക്ഷ നടത്തിയത് ആരിലാണ്? ആരില്ല നടത്തിയത്? പറ. പട്ടിയിൽ. ഓക്കെ, പട്ടിയിലാണ്. എന്നെ വിളിച്ചതല്ലല്ലോ അല്ലേ? പട്ടിയിലാണ് പരീക്ഷ നടത്തിയത്. ഓക്കെ. പാവ്ലോവ് ആരാണെന്ന് ഇവിടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റഷ്യൻ പുരോഹിത കുടുംബത്തിലാണ് ജനിച്ചത്. തിയോളജിക്കൽ സെമിനാരി, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ പഠനം നടത്തി. ജീവശാസ്ത്ര ഗവേഷണമായിരുന്ന പാവ്ലോവ് അപ്രതീക്ഷിതമായാണ് മനഃശാസ്ത്രത്തിൽ എത്തിപ്പെട്ടത്. അതേപോലെ നമ്മളെപ്പോലെ അപ്രതീക്ഷിതമായി ടീച്ചറാവണം പോയി, ഇനി കയറ്റിട്ട് വേണമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അപ്രതീക്ഷിതമായിട്ട് അത് എഴുതിയെടുക്കണം എന്നുള്ള രീതിയിലൂടെ അദ്ദേഹം അപ്രത്യക്ഷമായിട്ടായ ആളാണ്, മനഃശാസ്ത്രനായ ആളാണ്. ഇനിയും 1890 പ്രൊഫസർ ഓഫ് ഫാർമക്കോളജി പ്രൊഫസർഷിപ്പ് നേടി. 1904 ദഹന വ്യവസ്ഥയ്ക്കുള്ള പഠനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. പിന്നെ കണ്ടീഷണൽ റിഫ്ലക്സ്, സൈക്കോപാത്തോളജി ആൻഡ് സൈക്കാട്രി തുടങ്ങിയ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാന കൃതികൾ. പരീക്ഷണം നോക്കിക്കേ, സ്ഫടികക്കൂട്ടിലടച്ച നായയ്ക്ക് ഇറച്ചിപ്പൊടി യന്ത്രസഹായത്തോടെ നൽകുന്നതിനോടൊപ്പം മണിയൊച്ച കേൾപ്പിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണം അനുബന്ധന സിദ്ധാന്തത്തിലേക്ക് നയിച്ചു, അല്ലെങ്കിൽ തിയറി ഓഫ് കണ്ടീഷനിലേക്ക് നയിച്ചു. അത്രയും പഠിച്ചതിനകത്ത് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പാവ്ലോവ് പരീക്ഷണം നടത്തിയത് പട്ടിയിലാണ്. എന്ത് പരീക്ഷണം വഴി? അനുബന്ധന സിദ്ധാന്തം വഴി, അല്ലെങ്കിൽ തിയറി ഓഫ് കണ്ടീഷനിങ് വഴിയാണ് അദ്ദേഹം എന്ത് നടത്തിയത്? പരീക്ഷണം നടത്തിയത്. ഇനി എന്താണ് പാവ്ലോവിൻ്റെ പരീക്ഷണം? ഇതിൽ ആർക്കെങ്കിലും അറിയാമോ പാവ്ലോവിൻ്റെ പരീക്ഷണം എന്താണെന്ന്? അറിയാവോ? ഞാൻ പറഞ്ഞു തരാം, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് പാവ്ലോവ് എന്ന് പറയുന്ന നമ്മുടെ ആശാനുണ്ടല്ലോ, വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നൊരു പട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, കണ്ടോ? കാണാവോ? സ്ക്രീൻ കാണാവോ? സ്ക്രീൻ കാണാവോ? ഓക്കെ, കാണാം. ഒരു പട്ടിയെയും കാണാം, പട്ടിയുടെ മുന്നിലിരിക്കുന്ന ഇറച്ചി കഷ്ണവും കാണാം അല്ലേ? അപ്പം പാവ്ലോവിന് വീട്ടിലെ പട്ടിക്ക് പാവ്ലോവ് എന്ത് ചെയ്തു? ഇറച്ചി ചുമ്മാ കൊണ്ട് കൊടുത്തു. അതായത് അൺകണ്ടീഷനിങ് റെസ്പോൺസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതികരണവും ചെയ്യാതെ പട്ടി ഇറച്ചി കണ്ടാൽ എന്നാ വരും പട്ടിയുടെ വായിന്ന്? ഒബ്വിയസ്ലി ഇറച്ചി കണ്ടാൽ പട്ടിയുടെ വായിന്ന് വെള്ളം വരും, അല്ലെങ്കിൽ പട്ടിയുടെ വായിന്ന് ഉമ്മിനീർ സ്രവം വരും. അപ്പോൾ ഇങ്ങനെ എല്ലാ പാവ്ലോവിൻ്റെ വീട്ടിലെ പട്ടി മാത്രമല്ല, എല്ലാ വീട്ടിലെയും പട്ടി ഇങ്ങനെ ഇറച്ചി കണ്ടാൽ അല്ലെങ്കിൽ ഫുഡ് കണ്ടാൽ എന്നാ വരും? നായയുടെ വായിന്ന് വെള്ളം വരും. അപ്പം പാവ്ലോവിൻ്റെ വീട്ടിലെ പട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇറച്ചി എപ്പോൾ കണ്ടാലും അല്ലെങ്കിൽ ഇറച്ചി എപ്പോൾ കണ്ടാലും പട്ടിയുടെ വായിന്ന് അൺകണ്ടീഷനിങ് ആയിട്ട് റെസ്പോണ്ട് വരും, അൺകണ്ടീഷനായിട്ട് ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ. അപ്പോൾ ഓർത്തിരിക്കണം, ഈ അൺകണ്ടീഷൻ എന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. അൺകണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് കണ്ടോ. അതായത് അൺകണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അനുബന്ധനം
ചെയ്തതും അനുബന്ധനം ചെയ്യാത്തതും. അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും അനുബന്ധത്തിന് മുമ്പ് എന്ന് പറഞ്ഞ അനുബന്ധന പുരോഗതി എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ കണ്ട പടമാണ് കണ്ടോ. ഇറച്ചിപ്പൊടി അനുബന്ധനം ചെയ്യാത്ത ഒരു ചോദകമായിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് പട്ടിക്ക് നമ്മൾ തിന്നാൻ കൊടുക്കുന്നതാണ് ഇറച്ചി അല്ലേ. അതെന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ സ്റ്റിമുലസ് ആണ്. ആ സ്റ്റിമുലസ് കാണുമ്പോൾ എന്നാ സംഭവിക്കും? അനുബന്ധനം ചെയ്യാതൊരു പ്രതികരണം നമ്മുടെ വായിൽ നിന്ന് വരും. എന്ന് പറഞ്ഞാൽ പട്ടിയുടെ വായിൽ നിന്ന് നമ്മളിപ്പം വീഡിയോയിലാണെങ്കിലും നമ്മളിപ്പോൾ ഒരാൾ മാങ്ങയൊക്കെ പറിച്ച് അതിനെ നെടുവേ കീറി അതിനെ ഒരു എന്താ പറയുക തോർത്തിൽ കെട്ടി അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ട് കല്ലേലിട്ട് 5-6 തല്ല് തല്ലി അതിനെ അങ്ങ് തുറന്ന് അതിൽ നിന്നൊരു പൂളെടുത്ത് വായി വെക്കണം. ഇപ്പം ചിലരുടെയൊക്കെ വായി വെള്ളം വന്നില്ലേ? അത് നിങ്ങൾ കഴിച്ചിട്ടാണോ വന്നത്? അല്ല, ശരിയല്ലേ? അപ്പം അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വായിൽ അറിയാതെ വെള്ളം വരും. എന്ന് പറഞ്ഞതുപോലെ നായയുടെ വായിൽ അനുബന്ധനം ചെയ്യാതെ ഒരു ചോദകം നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് നാച്ചുറലായിട്ട്, ഇപ്പം നമ്മുടെ വായിലുണ്ടായത് എങ്ങനെയാണ്? നാച്ചുറലായിട്ടല്ലേ? മാങ്ങയുടെ കാര്യം പറഞ്ഞു. നാച്ചുറലായിട്ടൊരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് വരണം? നാച്ചുറലായിട്ടൊരു പ്രതികരണം വരണം. അപ്പം അൺകണ്ടീഷനിങ് ആയിട്ട് എന്നാ വരണം? ഒരു പ്രതികരണം വരണം. അതാണ് പട്ടിയിൽ നമ്മൾ ആദ്യം കണ്ടത്. കണ്ടോ, പട്ടിയിൽ നമ്മൾ ചുമ്മാ ഇറച്ചിപ്പൊടി കൊണ്ട് കാണിച്ചപ്പോൾ ഇറച്ചി കൊണ്ട് കാണിച്ചപ്പോൾ പട്ടിയുടെ വായിൽ വെള്ളം വന്നു. അപ്പോൾ അൺകണ്ടീഷനിങ് ആയിട്ടൊരു റെസ്പോൺസിന് അൺകണ്ടീഷണൽ ആയിട്ടൊരു സ്റ്റിമുലസ് അവിടെ നമ്മൾ കൊടുത്തപ്പോൾ അൺകണ്ടീഷണൽ റെസ്പോൺസ് അവിടെ നായയുടെ വായിൽ നിന്ന് വന്നു. ഇനി ആ വാക്കുകൾ ശ്രദ്ധിക്കണം. അനുബന്ധനം ചെയ്യാത്ത ചോദകമാണ് അവിടെ കൊടുത്തത്, പട്ടിയുടെ നമ്മൾ കൊടുത്ത ഇറച്ചിപ്പൊടി. അപ്പോൾ അവിടുന്ന് കിട്ടിയ പ്രതികരണം എന്തായിരുന്നു? ചോദകമാണ് കൊടുത്തത്, ഇറച്ചിപ്പൊടി. അപ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് വന്ന പ്രതികരണം എന്തായിരുന്നു? ഉമിനീർ സ്രവം വന്നു, അല്ലെങ്കിൽ പട്ടിയുടെ വായിൽ നിന്ന് നമ്മൾ പറയുന്ന പോലെ വെള്ളം വന്നു. ഇനി അനുബന്ധനത്തിന് മുമ്പ് അല്ലെങ്കിൽ കണ്ടീഷനിങ്ങിന് മുമ്പ് നമ്മൾ ചുമ്മാ പോയി പട്ടിയുടെ മുന്നിൽ പോയി മണിയൊച്ച കേൾപ്പിച്ചാൽ പട്ടിയുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിലൊരു പട്ടിയോ പൂച്ചയോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ പോയി കിണിങ്ങിണി 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 എന്ന് പറഞ്ഞ് വെച്ചാൽ അതിൻ്റെ പ്രതികരണം എന്തായിരിക്കും? അത് നമ്മളെ കുരയ്ക്കും, അല്ലെങ്കിൽ നമ്മളെ നോക്കി ദേഷ്യപ്പെടും, ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ മണിയൊച്ച എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കണ്ടീഷനിങ് സ്റ്റിമുലസാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അനുബന്ധനം ചെയ്ത ചോദകമാണ് നമ്മുടെ മണിയൊച്ച എന്ന് പറയുന്നത്. നമ്മൾ നിർബന്ധിച്ച് കേൾപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനാണ് നമ്മൾ അങ്ങനെ ഒരു പറയുന്നത് കേട്ടോ. അതായത് ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ നിർബന്ധിച്ച് അതിനെ കേൾപ്പിക്കുക. പട്ടിയുടെ മുന്നിൽ ഇറച്ചിപ്പൊടി കഴിക്കണമെങ്കിൽ മണിയൊച്ച കേൾപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇറച്ചിപ്പൊടി ഉമ്മ കൊടുത്താൽ പട്ടിയുടെ വായിൽ നിന്ന് വെള്ളവും വരും. അത് എന്താണ്? അനുബന്ധനം ചെയ്യാത്തൊരു പ്രതികരണവും നമുക്ക് തരും ഇറച്ചിപ്പൊടി കൊടുത്താൽ. എന്ന് പറഞ്ഞ പോലെ പട്ടിയുടെ മുമ്പിൽ നമ്മൾ പട്ടിയെ നമ്മൾ പരീക്ഷണത്തിന് കയറ്റുന്നതിന് മുമ്പേ ചുമ്മാ പോയി മണിയൊച്ച കേൾപ്പിച്ചപ്പോൾ എന്നാ സംഭവിച്ചു? യാതൊരു ഉമ്മനീസ്രവവും ഇല്ല. അതായത് അൺകണ്ടീഷനിങ് റെസ്പോൺസ് ആയിരുന്നു അവിടെ നമ്മൾ കണ്ടത്. കണ്ടോ, അവിടെ ഒരു ഉമ്മനീർ സ്രവമൊന്നുമില്ല. കാരണം മണിയൊച്ച ചുമ്മാ കേട്ടാൽ എന്നാ സംഭവിക്കും? യാതൊരു പ്രതികരണവും പട്ടിയുടെ വായിൽ നിന്ന് വരത്തില്ല. അപ്പോൾ ആ മണിയൊച്ച എന്തായിരുന്നു? മണിയൊച്ച എന്ന് പറയുന്നത് ഒരു നിഷ്ക്രിയ ചോദകമായിരുന്നു. അതായത് നമ്മൾ അനുബന്ധിത ചോദകമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ചു ചെയ്ത ഒരു ചോദകം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു ആ മണിയൊച്ച നമ്മൾ കേൾപ്പിച്ചത്. ഇനി രണ്ടാമത്തെ കേസ് കണ്ടോണം, രണ്ടാമത്തെ പടം കണ്ടോണം. ഉണ്ടോ, നമ്മൾ ന്യൂട്രലായിട്ട് പട്ടിയുടെ മുന്നിൽ ഇപ്പോൾ എന്നാ സംഭവിച്ചു? മണിയൊച്ച കേൾപ്പിച്ചു, പട്ടി ഒന്നും ചെയ്തില്ല, വായും പൊളിച്ചു തിന്നു, ശരിയല്ലേ? അനുബന്ധനം ചെയ്യുന്നതിന് മുമ്പാണ്. ഇനിയും അതാണ് നമ്മളിവിടെ കണ്ടത്. എന്താണ്? ഉണ്ടോ, മണിയൊച്ച എന്ന് പറയുന്ന നിഷ്ക്രിയ ചോദകമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് ചെയ്താണ്. ഇത് കണ്ടീഷനിങ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ എന്നാ സംഭവിച്ചു? അൺകണ്ടീഷനിങ് ആയിട്ടൊരു പ്രതികരണം അവിടെ സംഭവിച്ചില്ല. ഇനി അനുബന്ധനം നടക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ കണ്ടത് അനുബന്ധനത്തിന് മുമ്പായിരുന്നു. ഇനി അനുബന്ധനം നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഡ്യൂറിങ് കണ്ടീഷനിങ്ങിലാണ് സംഭവം നടക്കുന്നത്. ഇവിടെ നോക്കിക്കേ, നമ്മൾ പാവ്ലോവ് ചെയ്ത കാര്യം ഇതാണ്. പാവ്ലോവ് തൻ്റെ പട്ടിയുടെ മുന്നിൽ ആദ്യം ഇറച്ചിപ്പൊടി കൊടുത്തപ്പോൾ ചുമ്മാ പട്ടിയുടെ വായിൽ നിന്ന് ഉമ്മനിസ്രവം വന്നു. മണിയൊച്ച കേൾപ്പിച്ചപ്പോൾ ഒരു തേങ്ങയും പട്ടിയുടെ വായിൽ നിന്ന് വന്നില്ല. രണ്ടാമത് പാവ്ലോവ് ചെയ്തു, നിനക്കിട്ട് ഞാൻ പണി തരാടാ, നിനക്ക് ഞാൻ മണിയൊച്ച കേൾപ്പിച്ച് നിന്നെ കൊണ്ട് വായിൽ നിന്ന് വരത്താടാ എന്ന് പറഞ്ഞ് പാവ്ലോവ് എന്ത് ചെയ്തു? എല്ലാ ദിവസവും, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നടക്കുന്ന കാര്യമല്ല, മാസങ്ങളെടുത്ത് ചെയ്ത പരീക്ഷണമാണ്. അപ്പോൾ പാവ്ലോവ് എന്ത് ചെയ്തു? പിറ്റേ ദിവസം തൊട്ട് പട്ടിയുടെ മുമ്പിൽ ആദ്യം പോയി മണിയൊച്ച കേൾപ്പിക്കും. അതിനുശേഷം ഒരു 5-10 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഇറച്ചി കൊടുക്കും. അതിൻ്റെ പിറ്റേ ദിവസം എന്ത് ചെയ്തു? ആദ്യം പോയി മണിയൊച്ച കേൾപ്പിക്കുന്നു, ഇറച്ചി കൊടുക്കുന്നു. പിറ്റേ ദിവസവും ആദ്യം പോയി മണിയൊച്ച കേൾപ്പിക്കുന്നു, ഇറച്ചി കൊടുക്കുന്നു. അത് കഴിഞ്ഞുള്ള ദിവസവും മണിയൊച്ച കേൾപ്പിക്കുന്നു, ഇറച്ചി കൊടുക്കുന്നു. ഇങ്ങനെ ഇദ്ദേഹം മാസങ്ങളോളം കണ്ടിന്യൂ ചെയ്തു. 1 മാസത്തോളം കണ്ടിന്യൂ ചെയ്തു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പട്ടിക്ക് മനസ്സിലായി
എപ്പോൾ ഒക്കെ മണിയൊച്ച കേൾക്കുന്നുണ്ടോ അപ്പോൾ ഒക്കെ തനിക്ക് എന്നാ കിട്ടാൻ പോകുന്നു? ഇറച്ചിപ്പൊടി കിട്ടാൻ പോകുന്നു. കണ്ടോ? അപ്പോൾ കണ്ടോ അവിടെ സംഭവിച്ചുണ്ട്. അതായത് നമ്മൾ യാതൊരു പ്രതികരണവും ഇല്ലാതിരുന്ന ഒരു സാധനത്തെ നമ്മളൊരു പ്രതികരണമാക്കി മാറ്റുകയാണ്. അതായത് മണി എന്ന് പറഞ്ഞ സാധനം എപ്പോൾ കേൾക്കുന്നോ അപ്പോൾ പട്ടിക്ക് മനസ്സിലായി മണി കേട്ടോ ഇപ്പോൾ വരും, എനിക്ക് 10 സെക്കൻഡ് എനിക്ക് ഫുഡ് കിട്ടുമെന്ന് മനസ്സിലായി, ഇറച്ചി കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ നോക്കി ഇവിടെ മണി എന്ന് പറയുന്നത് ന്യൂട്രൽ സ്റ്റിമുലസാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനിങ് ചോദകമാണ് അല്ലേ. അതിന് നമ്മൾ അൺകണ്ടീഷനിങ് ആയിട്ടൊരു സ്റ്റിമുലസും അവിടെ വെച്ചു. എന്താണ്? ഫുഡ്, പട്ടിക്കുള്ള ഭക്ഷണം. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? മണിയൊച്ച കേട്ട പാടെ ഇറച്ചിപ്പൊടി കിട്ടുന്നുണ്ട്, പട്ടിയുടെ വായിന്ന് അൺകണ്ടീഷനിങ് ആയിട്ട് വെള്ളം വരും. എന്താണ്? ഉമ്മിനീസ്രവം പട്ടിയുടെ വായിന്ന് വരും. എപ്പം മണിയൊച്ച കേൾപ്പിക്കുന്നു അപ്പോൾ ഇറച്ചിപ്പൊടി കിട്ടുമെന്ന് പട്ടിക്കൊരു ഏകദേശ ധാരണ വന്നു. ആ ധാരണ വന്നതുകൂടി എപ്പം മണിയൊച്ച കേട്ടാലും പട്ടി അപ്പോഴേ വായിന്ന് വെള്ളം വരും. ഇറച്ചിപ്പൊടിക്ക് വേണ്ടി 10 സെക്കൻഡ് കാത്തിരിക്കും, തൻ്റെ മുന്നിൽ ഇറച്ചിപ്പൊടി വരും, താനത് കഴിക്കും, സുഖമായിട്ട് കിടന്നുറങ്ങും. ഈ ഒരു പരിപാടി അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു. അപ്പം അനുബന്ധനം നടത്തിയപ്പോൾ ഇദ്ദേഹം ഒരു മാസക്കാലയോളം ചെയ്തത് എന്താണ്? ഇറച്ചിപ്പൊടിയും മണിയൊച്ചയും ഒരുമിച്ച് കേൾപ്പിച്ചു, അല്ലെങ്കിൽ ഒരുമിച്ച് കൊടുത്തു. അപ്പോൾ എന്നാ സംഭവിച്ചു? ഉമ്മനീർ സ്രവം വന്നു. അതിൽ ഇറച്ചിപ്പൊടി എന്ന് പറയുന്നത് എന്നാ? അൺകണ്ടീഷനിങ് സ്റ്റിമുലസാണ്. എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ഒരു സാധനമല്ലേ, അതുകൊണ്ടാണ് അൺകണ്ടീഷനിങ് സ്റ്റിമുലസ് പറഞ്ഞത്. ഇനി മണിയൊച്ച എന്ന് പറഞ്ഞാലോ കണ്ടീഷനിങ് സ്റ്റിമുലസ് ആണ്. എന്ന് പറഞ്ഞാൽ അനുബന്ധന ചോദകമാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ മണിയൊച്ച കേൾപ്പിക്കാതെയും ഫുഡ് കൊടുക്കാം. ഈ മണിയൊച്ച എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അനുബന്ധന ചോദകമാണ്. നമ്മൾ നിർബന്ധിച്ച് ചെയ്യുകയാണ്, നമ്മളൊരു തീർ കണ്ടുപിടിക്കാണ്ട് പോലെ. അപ്പോൾ നിർബന്ധിച്ച് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് അനുബന്ധിച്ച ചോദകം പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുകൂടി ഒരുമിച്ച് കൊടുത്തപ്പോൾ എന്നാ സംഭവിച്ചു? ഉമ്മനീർ സ്രവം. കണ്ടോ? അൺകണ്ടീഷനിങ് റെസ്പോൺസ് അവിടെ കിട്ടി. പട്ടിയുടെ വായിന്ന് ഉമ്മനീർ സ്രവം വന്നു. ഇതാണ് ഡ്യൂറിങ് കണ്ടീഷനിങ് അല്ലെങ്കിൽ അനുബന്ധനം നടക്കുമ്പോൾ സംഭവിക്കുന്നത്. രണ്ടും ക്ലിയറായോ? അനുബന്ധനത്തിന് മുമ്പ് എന്നാ സംഭവിച്ചത്? ഇറച്ചിപ്പൊടി ചുമ്മാ കൊടുത്തപ്പോൾ പട്ടിയുടെ വായിന്ന് വെള്ളം വന്നു, മണിയൊച്ച കേൾപ്പിച്ചപ്പോൾ ഒരു തേങ്ങയും വന്നില്ല. ഇനി കണ്ടീഷനിങ് നടത്തുമ്പോൾ എന്നാ സംഭവിച്ചു? മണിയൊച്ച കേൾപ്പിച്ചു, ശേഷം കുറച്ച് സമയത്തിന് ശേഷം എന്നാ സംഭവിച്ചു? ഇറച്ചിപ്പൊടി കൊടുത്തു, വീണ്ടും മണിയൊച്ച കേൾപ്പിച്ചു, ഇറച്ചിപ്പൊടി കൊടുത്തു, മണിയൊച്ച കേൾപ്പിച്ചു, ഇറച്ചിപ്പൊടി കൊടുത്തു. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ അനുബന്ധനത്തിന് ശേഷം ഒരു കാലയളവ്, ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? നായെ പറ്റിച്ച് എന്ത് ചെയ്തു? മണിയൊച്ച മാത്രം കേൾപ്പിച്ചു. കണ്ടോ? അതായത് അനുബന്ധനത്തിന് ശേഷം ആഫ്റ്റർ കണ്ടീഷനിങ്ങിൽ എന്നാ സംഭവിച്ചു? മണിയൊച്ച വെറുതെ കേൾപ്പിച്ചാലും പട്ടിയുടെ വായിൽ നിന്ന് എന്നാ വരും? വെള്ളം വരും. അതിൻ്റെ അർത്ഥം എന്താണ്? കണ്ടീഷനിങ് ആയിട്ടൊരു സ്റ്റിമുലസ് ഇപ്പം കൊടുത്തപ്പോൾ കണ്ടീഷനിങ് ആയിട്ട് റെസ്പോൺസ് ആരുടെ വായിൽ നിന്ന് വന്നു? പട്ടിയുടെ വായിൽ നിന്ന് വന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് അടിക്കുന്ന മണി കേട്ടാലും പട്ടി കുരയ്ക്ക് വലിയപ്പം ചെയ്യുന്നത് പകരം എന്ത് ചെയ്യും? വായിൽ നിന്ന് വെള്ളം വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ ഈ 3 കാര്യങ്ങൾ? 1 അനുബന്ധനത്തിന് മുമ്പ്, 2 അനുബന്ധനം നടക്കുമ്പോൾ, 3 അനുബന്ധനത്തിന് ശേഷം. അപ്പം ഈ 3 കാര്യങ്ങൾ ഇദ്ദേഹം കണ്ടുപിടിച്ചു. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫോട്ടോ ഞാൻ കാണിക്കാം. ഈ സെയിം സാധനം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പല രീതിയിലൂടെ മനസ്സിലാക്കാനായിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഈ പടം കണ്ടോ? ആ സാധനം തന്നെ ഒന്നുകൂടി പറയുന്നേ ഉള്ളൂ, ഫുഡായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടോ? ബിഫോർ കണ്ടീഷനിങ്ങിന് മുമ്പ് ഫുഡ് കൊടുത്തപ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വന്നു. അതൊരു അൺകണ്ടീഷനിങ് സ്റ്റിമുലസ് ആയിരുന്നു നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ റെസ്പോൺസ് എന്താണ്? കണ്ടീഷനിങ് ആയിട്ട് റെസ്പോൺസ് വന്നു, പട്ടിയുടെ വായിൽ നിന്നുള്ള വെള്ളം. കണ്ടീഷനിങ്ങിന് മുമ്പ് നമ്മൾ മണിയൊച്ച ചുമ്മാ കഴിപ്പിച്ചപ്പോൾ അത് ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരുന്നു. അപ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് യാതൊരു റെസ്പോൺസും വന്നില്ല, കുരയാണ് വന്നത്. ഇനി ഡ്യൂറിങ് കണ്ടീഷനിങ്ങിൽ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ മണിയൊച്ച കേൾപ്പിക്കുന്നു, ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് മണിയൊച്ച കേൾപ്പിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ഇങ്ങനെ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തപ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. അതായത് ബെല്ലും ഫുഡും കൂടി ഒരുമിച്ച് കൊടുത്തപ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് അൺകണ്ടീഷനിങ് ആയിട്ടൊരു റെസ്പോൺസ് വന്നു. ഇനിയും കണ്ടീഷനിങ് നടന്നതിന് ശേഷം ആഫ്റ്റർ കണ്ടീഷൻ എന്നാ സംഭവിച്ചു? ബെല്ലൊച്ച കേൾപ്പിട്ട ഉടനെ പട്ടിയുടെ വായിൽ നിന്ന് എന്നാ വരും? കണ്ടീഷനിങ് ആയിട്ടൊരു റെസ്പോൺസ് വരും, അതിൻ്റെ ഉമ്മിനീർ വരും. അപ്പം ഈ കണ്ടോ ഈ 2-4 സ്റ്റെപ്പ് നോക്കി. മണിയൊച്ച കേൾപ്പിച്ചപ്പോൾ നോ കണ്ടീഷനിങ് റെസ്പോൺസ് ആയിട്ടുള്ളതിനെ നമ്മളൊരു പ്രത്യേക കാലയളവിലൂടെ ഈ ഒരു ട്രെയിൻ ചെയ്തപ്പോൾ അതിൻ്റെ ബിഹേവിയറൽ മാറ്റം വന്നു. മണിയൊച്ച എപ്പോൾ കേട്ടാലും എന്ത് വേണം? പട്ടിയുടെ വായിൽ വെള്ളം വരണം. കണ്ടോ? ആ ഒരു തിയറിയിലേക്ക് നമ്മൾ മാറി. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇനി ഇതിന് തന്നെ മറ്റൊരു ഫോട്ടോ ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അതിനെ തന്നെ വീണ്ടും കാണിച്ചതാണ് കണ്ടീഷനിങ്ങിന് മുമ്പും കണ്ടീഷനിങ് നടക്കുമ്പോഴും ആഫ്റ്റർ കണ്ടീഷനിൽ നടന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഗ്രൂപ്പിൽ വരും കേട്ടോ, അപ്പോൾ ഒന്നുകൂടി നോക്കണം. അപ്പം ഇവിടെ നടന്ന കാര്യം ക്ലിയർ ആയോ? പട്ടിക്ക് എന്നാ സംഭവിച്ചെന്ന്? അതായത് ഒരു മണിയൊച്ച കേൾപ്പിച്ചാൽ ഒരു പ്രതികരണവും ഇല്ലാതിരുന്ന ഒരു നായേനെ നമ്മൾ എങ്ങനായിട്ട് കൊണ്ടുവന്നു? പ്രതികരണത്തിലേക്ക് കൊണ്ടുവന്നു. അതെങ്ങനെ കൊണ്ടുവന്നത്? ഇങ്ങനെ ബിഹേവിയറൽ ചേഞ്ച് വരുത്തി. ഇതാണ്
പാവ്ലോവ് തൻ്റെ പട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിച്ച കാര്യം. അപ്പോൾ പാവ്ലോവ് പട്ടീനെ ഒരു പണി കൊടുത്തില്ലേ? ആദ്യം ചെന്നപ്പോൾ മണിയച്ച കേൾപ്പിച്ചപ്പോൾ തന്നെ കുറച്ച് കാണിച്ച പട്ടീനെ വീണ്ടും മണിയച്ച കേൾപ്പിച്ചപ്പോൾ വായിന്ന് വെള്ളം വരത്തക്ക രീതിയിലേക്ക് പാവ്ലോവ് മാറ്റി. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണം. കണ്ടീഷനിങ് സ്റ്റിമുലസ്, അൺകണ്ടീഷനിങ് സ്റ്റിമുലസ്, കണ്ടീഷനിങ് റെസ്പോൺസും അൺകണ്ടീഷനിങ് റെസ്പോൺസും ഓർത്തിരിക്കണം. ഓരോന്നും എന്താണെന്ന്. കണ്ടീഷനിങ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്നത്. അൺകണ്ടീഷനിങ് എന്ന് പറഞ്ഞാലോ ഇറച്ചിപ്പൊടിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, അതായത് എപ്പോഴും അതിന് വേണ്ട സാധനമാണ്. അൺകണ്ടീഷൻ റെസ്പോൺസ് പറഞ്ഞാൽ നിർബന്ധിച്ച് വരുത്തുന്ന കാര്യങ്ങൾ, അതായത് അവസാനം വന്ന ഉമിനീർ സ്രവം എന്താണ്? കണ്ടീഷനിങ് റെസ്പോൺസ് ആണ്. അതുപോലെ തന്നെ അൺകണ്ടീഷൻ റെസ്പോൺസ് ആണ്. കണ്ടീഷൻ റെസ്പോൺസ് പറഞ്ഞാലോ പട്ടി എപ്പോൾ എന്താണ് ഇറച്ചിപ്പൊടി കണ്ടാലും ഉമിനീർ വരും, അതൊരു കണ്ടീഷനിങ് റെസ്പോൺസ് ആയിട്ട് നമുക്ക്. ഓക്കെ, ഇനി ഇതിൽ നിന്നും മനഃശാസ്ത്ര ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി ആയതുകൊണ്ട് പാവ്ലോവിൻ്റെ അനുബന്ധ പ്രക്രിയയെ പൗരാണികാനുബന്ധനം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നു. പേര് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാവ്ലോവാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ വക്താവ്. തൻ്റെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാവ്ലോവ് മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ വർഷവും അടിയെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാവ്ലോവിൻ്റെ തിയറി മനസ്സിലായോ? 3 കാര്യങ്ങളെ ചെയ്തുള്ളൂ. പട്ടിയിൽ മണിയച്ച കേൾപ്പിച്ചു, ഒന്നും വന്നില്ല, ഇറച്ചിപ്പൊടി കൊടുത്തു, വന്നു. കണ്ടീഷനിങ് നടക്കുമ്പോൾ മണിയച്ച ഇറച്ചിപ്പൊടി ഒരുമിച്ച് കൊടുത്തു, പട്ടിയുടെ വായിൽ ഉമിനീർ സ്രവം വന്നു. കണ്ടീഷനിങ് കഴിഞ്ഞ ശേഷം മണിയച്ച മാത്രം കേൾപ്പിച്ചപ്പോൾ പട്ടിയുടെ വായിൽ ഉമിനീർ സ്രവം വന്നു. അതായത് ഒരു ബിഹേവിയറൽ ചേഞ്ച് നമ്മൾ എന്തുവഴി മാറ്റി? ചോദക പ്രതികരണം വഴി. അവിടുത്തെ ചോദകം എന്തായിരുന്നു? മണിയച്ച. പ്രതികരണം എന്തായിരുന്നു? പട്ടിയുടെ വായിൽ നിന്നുള്ള ഉമിനീർ സ്രവം. അപ്പം ഇതുവഴി പാവ്ലോവ് തൻ്റെ പട്ടീനെ മാറ്റിയെടുത്തു. ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടുമല്ല, ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എടുത്താണ് ഈ ഒരു തിയറിയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത്. ഇത്രയും ക്ലിയറായോ? അദ്ദേഹത്തിൻ്റെ തിയറി ആദ്യമായി ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തിയറിക്ക് പറഞ്ഞ പേരാണ് പൗരാണികാനുബന്ധനം, അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് ഇദ്ദേഹത്തിൻ്റെ തിയറിയെ പറയുന്നു. ക്ലിയറായോ? അത്രയും ഡൗട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഉണ്ടോ? 3 തിയറി ക്ലിയറായോ? അദ്ദേഹം ചെയ്ത പരീക്ഷണം എന്താണെന്ന് ക്ലിയറായോ? അത് ക്ലിയറായെങ്കിൽ മാത്രമേ താഴോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ക്ലിയറായോ? അത്രയും കിട്ടിയോ? ഒരു ഡീൽ സൈനിൽ ഇട്ടാൽ മതി. കിട്ടിയോ? ഇങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, ഡൺ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പട്ടി പോയി ചെയ്തിട്ട് മനുഷ്യരിൽ കൊണ്ട് പ്രയോഗിക്കണ്ടേ? ശരിയല്ലേ? പട്ടി ചെയ്താൽ പട്ടിവർഗത്തിനെയാണോ ഇദ്ദേഹം ഈ പരിപാടി ചെയ്യാൻ പോകുന്നത്? അല്ല. ഇതെങ്ങനെ മനുഷ്യരിൽ പ്രയോഗിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഏത് മനുഷ്യരിലാണ്? കുട്ടികളിൽ. കാരണം പ്രതികരണം കൊണ്ടുവരണമെങ്കിൽ കുട്ടികളിൽ കൊച്ചിലേ തൊട്ട് നമ്മൾ ശീലങ്ങൾ കൊടുക്കണം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? കുഞ്ഞ് ക്ലാസ്സിൽ പഠിക്കുന്ന ശീലം അവൻ്റെ മരണം വരെ കൊണ്ട് നടക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് റൂമിലുള്ള പ്രസക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പഠിക്കാൻ പോകുന്ന 5 കാര്യങ്ങൾ. വിലോപം, പുനഃപ്രാപ്തി, വിളംബിത അനുബന്ധിത പ്രതികരണം, ചോദക സാമാന്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകും. ചോദക വിവേചനം എന്നൊക്കെ പറഞ്ഞ് കാണും. അതെന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് പട്ടിയിൽ ചെയ്ത പരീക്ഷണം എങ്ങനെ മനുഷ്യരിലേക്ക് മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ മനുഷ്യരിൽ എങ്ങനെ അത് അപ്ലൈ ചെയ്യാമെന്നാണ് നോക്കുന്നത്. നോക്കിക്കേ, ഒന്നാമത്തേതാണ് വിലോപം, അതായത് എക്സ്റ്റിങ്ഷൻ എന്ന് പറയും. നോക്കിക്കേ, എന്താണ് വിലോപം എന്ന് പറഞ്ഞാൽ? നമ്മൾ മലയാളത്തിൽ പഠിക്കുന്ന ഒരു സന്ധിയുണ്ട്. എന്ത് സന്ധിയാ? വിലോപസന്ധി അല്ലെങ്കിൽ ലോപസന്ധി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ലോപസന്ധി എന്ന്? ലോപസന്ധി, ദിത്തസന്ധി ഇതൊക്കെ പഠിപ്പിക്കാനുള്ളതാണ്. കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റിയൊക്കെ? ആഗമസന്ധി, ആദയസന്ധി, സന്ധികൾ 4 എണ്ണം എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ്. പഠിച്ചിട്ടുണ്ടോ? ലോപം സന്ധി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ലോപസന്ധി എന്ന്? ആഗമസന്ധി, ആദയസന്ധി, ആഗമസന്ധി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിലെ ആ ലോപത്തിൻ്റെ അർത്ഥം എന്നാ? ലോപത്തിൻ്റെ അർത്ഥം ലോപസന്ധി എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ഇല്ലാതാവുക. കേട്ടോ, ഓർത്തിരിക്കണം. ലോപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാതാവുക. അതായത് അവിടെ നടക്കുമ്പോൾ, മലയാളത്തിൻ്റെ അവിടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ്, അവിടുന്ന് സ്പ്ലിറ്റാക്കി ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഒരു അക്ഷരം ഇല്ലാതാവും, മാഞ്ഞു പോകും. അതിന് പറഞ്ഞ പേരാണ് ലോപസന്ധി എന്ന് പറയുന്നത്. കേട്ടോ, അവിടെ യായും വായും ഒക്കെ വരും എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയും. അതൊക്കെ അപ്പം പഠിക്കാം. ആ ഒരു വാക്കിൽ തന്നെ ഇവിടെ വരുന്നത്. കേട്ടോ, വിലോപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതികരണത്തെ വേണമെങ്കിൽ ഇല്ലാതെ ആക്കാം. എങ്ങനെ ആക്കാം? നോക്കിക്കേ, മണിശബ്ദം, ഉമിനീർ സ്രവം ഇവ തമ്മിലുള്ള ബന്ധം ഉറച്ചതിന് ശേഷം കണ്ടോ. ഇപ്പം മണിയച്ച എപ്പോൾ കേട്ടാലും പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വരും. അതപ്പോൾ ഉറച്ചു. ആഹാരം കൊടുക്കാതെ മണിശബ്ദം മാത്രം പലതവണ അവതരിപ്പിച്ചാൽ
ക്രമേണ ഉമിനീർ സ്രവ പ്രതികരണം ഇല്ലാതായിത്തീരും. ഇതിനെ വിലോപം എന്ന് പറയുന്നു. കണ്ടോ? അതായത് മണിശബ്ദം കേൾപ്പിച്ചു ഇറച്ചിപ്പൊടി കൊടുത്തു, മണിശബ്ദം കേൾപ്പിച്ചു ഇറച്ചിപ്പൊടി കൊടുത്തു, ഇങ്ങനെ നമ്മളൊരു ശീലം ആ പട്ടിയിൽ വളർത്തിയെടുത്തു, ഒരു ബിഹേവിയർ ചേഞ്ച് ആ പട്ടിയിൽ വളർത്തിയെടുത്തു. അതിനുശേഷം മണിശബ്ദം കേൾപ്പിക്കുന്നു, ഇറച്ചിപ്പൊടി കൊടുക്കുന്നില്ല, മണിശബ്ദം കേൾപ്പിക്കുന്നു, ഇറച്ചിപ്പൊടി കൊടുക്കുന്നില്ല, പിറ്റേ ദിവസം വന്ന് മണിയച്ച കേൾപ്പിക്കുന്നു, ഇറച്ചിപ്പൊടി കൊടുക്കുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്തപ്പോൾ പട്ടിക്ക് മനസ്സിലായി ഇവൻ എന്നെ പറ്റിക്കുകയാണ്, മണിയച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ, എനിക്ക് എൻ്റെ സാധനം കിട്ടുന്നില്ലെന്ന് മനസ്സിലായി. അപ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് ഉമിനീർ സ്രവം വരുമോ? പിന്നെ ഇല്ല. പതിയെ പതിയെ ആ ഉമിനീർ സ്രവം ഇല്ലാതായി തീരും. പറഞ്ഞ മനസ്സിലായോ? ഇതെങ്ങനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാം? ക്ലാസ് മുറിയിൽ കയറി വരുന്ന ഒരു കുഞ്ഞിനോട് നമ്മൾ പറയുവാണ്, ആ ദിവസവും പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പുതിയ പാഠഭാഗം അല്ലെങ്കിൽ പുതിയ ഭാഗം നിങ്ങളെ പഠിപ്പിക്കുകയുള്ളൂ. കുട്ടികളെല്ലാം വന്നു കയറിയ മൂപ്പാണ്. ആദ്യത്തെ ഒരാഴ്ച ടീച്ചർ ഭയങ്കര ഫോമിലാണ്. ടീച്ചർ തലേദിവസം ചോദിച്ച കാര്യങ്ങൾ പിള്ളേരോട് ചോദിക്കുന്നു, പറയാത്തവർക്ക് എല്ലാവർക്കും പഠിക്കാൻ പറയുന്നു, എംബോഷൻ കൊടുക്കുന്നു, ഭയങ്കര പഠിത്തം. കുട്ടികളെല്ലാം അപ്പം ഫുൾ ഓണിൽ വിറ്റ അയച്ചുകൊണ്ട് കുട്ടികളെല്ലാ കാര്യങ്ങളും തലേദിവസം പഠിപ്പിച്ചു വരുന്നു. പിന്നെ അധ്യാപകന് നാസ് വന്നു, യുഡൈസ് വന്നു, പല കാര്യങ്ങൾ വന്നു, സമ്പൂർണ്ണ വന്നു, സമഗ്ര വന്നു, സഹിതം വന്നു. ഇതെല്ലാം വന്നപ്പോൾ അധ്യാപകൻ എന്നാ സംഭവിച്ചു? പോർഷൻ പഠിപ്പിച്ച് തീർക്കണം. ഈ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. ഏത് ചോദ്യം ചോദിച്ചിട്ട് പഠിപ്പിക്കാൻ പോയാൽ പഠിപ്പിക്കാനുള്ളത് നടക്കുന്നില്ല, ചോദ്യം ചോദിച്ച് നടക്കുന്നില്ല, ഫുള്ള് പെൻഡിങ്. ഫസ്റ്റ് ടൈം എക്സാം എടുക്കുന്നു. അപ്പോൾ അധ്യാപകൻ എന്ത് ചെയ്തു? ഈ ചോദ്യം ചോദ്യയിൽ പതുക്കെ പതുക്കെ ഒന്നോ രണ്ടോ ആൾക്കാരോടായിട്ട് ചുരുക്കി. നേരത്തെ എല്ലാവരോടും ചോദിച്ച് അമ്പോസിഷൻ കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. ചുരുക്കി കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ക്രമേണ ഒരു ചിന്ത വന്നു, ടീച്ചർ ഇനിയും വലുതായിട്ടൊന്നും ചോദിക്കാൻ പോകുന്നില്ല, പഠിക്കുന്നവരോട് മാത്രം ചോദിച്ചിട്ട് അവരുത്തരം പറയുന്നുണ്ട്, അവരെ അവിടെ ഇരുത്തിക്കോളും, നമ്മളെയൊന്നും പൊക്കത്തില്ല എന്നൊരു ചോദ്യം കുട്ടികൾക്ക് വന്നു. അപ്പം ആദ്യമേ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു പ്രതികരണം ഇപ്പം എന്നാ സംഭവിച്ചു? കുറഞ്ഞു. ഫസ്റ്റ് ടൈം എക്സാം കഴിഞ്ഞു, കലോത്സവം വന്നു, പ്രവൃത്തി പരിചയ മേളകൾ വന്നു, ക്ലാസ്സുകൾ കുറേ നഷ്ടപ്പെട്ടു, ഈ സാധനങ്ങളെല്ലാം പിള്ളേർ മറന്നു. സെക്കൻഡ് ടൈം തുടങ്ങി, പിള്ളേർക്ക് ഒരു അന്തവും ഇല്ല കുന്തവും ഇല്ല. ശരിയല്ലേ? ഇപ്പം നമ്മൾ ക്ലാസ്സിൽ അനുഭവിക്കുന്ന കാര്യം ഇതല്ലേ? സത്യമല്ലേ? നിങ്ങൾ പറ, ശരിയല്ലേ? നിങ്ങളെല്ലാം പഠിപ്പിക്കുന്നവരല്ലേ? അപ്പോൾ എന്നാ സംഭവിച്ചത്? നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ പ്രതികരണം ഇപ്പം നമ്മുടെ ക്ലാസ് മുറിയിൽ ഇല്ല. ചോദ്യം ചോദിക്കുന്ന പിള്ളേർക്ക് ചോദ്യമോ, ആര്, എപ്പോൾ, എങ്ങനെ എന്ന് ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ കണ്ടോ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ബിഹേവിയറൽ ചേഞ്ചിനെ നമ്മൾ തന്നെ കാരണം എന്നായിട്ട് മാറി? ഇല്ലാതാക്കി. കണ്ടോ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. കണ്ടോ, ഉണ്ടാക്കിയെടുത്തൊരു പ്രതികരണം നമുക്ക് എന്ന് വേണമെങ്കിൽ ഇല്ലാതെയാക്കാം. നേരെ മറിച്ച് എന്നാ പഠിപ്പിക്കാൻ ഇതുണ്ടെങ്കിലും, എന്നാ യുഡേസോ സമ്പൂർണ്ണയോ സമഗ്രയോ ടീച്ചർമാർ സബ്മിറ്റ് ചെയ്യാനോ എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലും, SRG കയറ്റാനുണ്ടെന്ന് പറഞ്ഞാലും ഒക്കെ എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആ കാര്യം പ്രോപ്പറായിട്ട് പോയിരുന്നെങ്കിൽ പിള്ളേരും അതിനോട് പ്രോപ്പറായിട്ട് പ്രതികരിച്ചേനെ. നമ്മൾ ചോദകം എപ്പം നിർത്തുന്നു, പിള്ളേരിൽ അപ്പം ചിന്ത വരും, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചിന്ത വരും. അപ്പോൾ എന്നാ സംഭവിക്കും? പിള്ളേരിലുണ്ടായ ആ ശീലം കുറയും. ഇത് തന്നെ വീട്ടിലും നമ്മളിപ്പോൾ ഒരു ശീലം വളർത്തിയെടുത്തുകൊണ്ട് വന്നു, കുറേ നാൾ നോക്കാതിരുന്നേ, ആ ശീലം ഓട്ടോമാറ്റിക്കലി നിന്ന് പോകും. അതാണ് വിലോപം എന്നതുകൊണ്ടുള്ള ക്ലാസ് റൂം പ്രസക്തി. ക്ലിയറായോ? ക്ലിയറായോ? കിട്ടിയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് പുനഃപ്രാപ്തി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിക്കവറി. എന്താ ഇവിടെ പറയുന്നത്? വിലോപം വഴി അപ്രത്യക്ഷമായിട്ടുള്ള പ്രതികരണം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പാവ്ലോവ് അഭിപ്രായപ്പെടുന്നു. നമ്മൾ മുമ്പ് വിലോപം വഴി സംഭവം മൊത്തം കടപടിഞ്ഞു പോയി, അതിനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതിനുള്ള മാർഗ്ഗങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടോ? അനുബന്ധനത്തിന് ഒരിക്കൽ കൂടി അവസരം നൽകുക. അതായത് ഈ സാധനത്തെ ഒന്നും കൂടി നമ്മൾ ട്രെയിൻ ചെയ്ത് മോഡിഫൈ ചെയ്ത് വരിക. പിന്നെ അതുപോലെ തന്നെ എന്താണ്? വിലോപത്തിന് ശേഷം അല്പസമയം അനുവദിക്കുക. അതായത് വിലോപം വഴി ഉമിനീർ ശ്രവണം പ്രതികരണം ഇല്ലാതായി തീരുന്നു എന്ന് കരുതുക. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് മണിയടി ശബ്ദം അവതരിപ്പിച്ചാൽ ഉമിനീർ സ്രവം താൽക്കാലികമായി വീണ്ടും ഉണ്ടാവും. ഈ സവിശേഷത പുനഃപ്രാപ്തി എന്നറിയപ്പെടുന്നു. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയാണ്? കലോത്സവവും പ്രവൃത്തി പരിചയം എല്ലാം വന്ന് കുട്ടികളത് മറന്നു. സെക്കൻഡ് ടൈമിൻ്റെ അവസാനം കുട്ടികൾക്കെല്ലാം മാർക്ക് കണ്ടമാനം കുറവ്. നമുക്ക് ഭയങ്കര വിഷമം. ഫസ്റ്റ് ടൈമിലെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ എ ഗ്രേഡ് നിന്ന കൊച്ചെല്ലാം ബിയിലും സിയിലും ഇയിൽ വരെ പോയ കുട്ടികളുണ്ട്. അപ്പം നമുക്കൊരു വിഷമം, എവിടെയാണ് പാളിച്ച പറ്റിയത്? നമ്മൾ അസസ് ചെയ്തു എവിടെയാണ് പ്രശ്നം പറ്റിയത്. നമുക്ക് മനസ്സിലായി ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രതികരണം ഇന്ന് നമ്മൾ കിട്ടുന്നില്ല കുട്ടികളിൽ നിന്ന്. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ചോദകമില്ല അവിടെ. നമ്മളവിടെ
എന്ത് ചെയ്യുന്നില്ല? ഡെയിലി ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. നമ്മളിപ്പോൾ സെക്കൻഡ് ടൈം തീരുന്നു, തേർഡ് ടൈമിൻ്റെ തുടക്കത്തിൽ ഡിസംബർ അവസാനം തൊട്ട് ഇലക്ഷൻ എല്ലാം കഴിയും നമ്മൾ തുടങ്ങി. നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നില്ലേ, സ്കൂൾ ചെയ്തുകൊണ്ടിരുന്നില്ലേ പരിപാടി, അത് ഇനി തൊട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഒന്ന് പറഞ്ഞു നോക്കിയേ, പിള്ളേരെല്ലാം വീണ്ടും പേടിക്കും. അയ്യോ പിടിക്കും, ഇനി കലോത്സവം ഇല്ല, കാര്യങ്ങളില്ല, ടീച്ചർ ഫ്രീ ആയി, ഇലക്ഷനും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു, ടീച്ചർ ഫുൾ ഫ്രീ ആണ്, ഇനി ചോദിക്കുന്നുള്ള പേടി കുട്ടികളെ മനസ്സിൽ കിടക്കും. കുട്ടികൾ വീണ്ടും പഠിക്കാൻ തുടങ്ങും. കണ്ടോ അവിടെ എന്നാ സംഭവിച്ചു? ഒന്ന് ഇല്ലാതാക്കി തീർന്നതാണ്. ആ ഇല്ലാതാക്കി തീർന്നതിനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതിനെന്നാ എടുക്കണം? അനുബന്ധത്തിന് ഒരു ദിവസം കൂടി അവസരം നൽകിയാൽ മതി. അതായത് ആ ചെയ്ത കാര്യത്തെ ഒന്നും കൂടി ഒന്ന് റീകളക്ട് ചെയ്താൽ മതി, കുട്ടികൾക്ക് അത് ഓർമ്മ വരും. പട്ടിക്ക് ഓർമ്മ ഒന്നുപോലെ നമ്മൾ പിറ്റേ ദിവസം തൊട്ട് ഡിസംബർ അവസാനം ജനുവരി 5 പരീക്ഷ കയറുമ്പോൾ തൊട്ട് നമ്മൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച എന്നാ, എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്, ഉത്തരം പറ എന്ന് പറഞ്ഞ് ചോദിച്ചു നോക്കി, ഒരാഴ്ച കണ്ടിന്യൂ ചെയ്ത് നോക്കി, എല്ലാം വീണ്ടും പഠിക്കാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഫൈനൽ എക്സാമിന് കുട്ടികൾക്കെല്ലാം നല്ല മാർക്ക് കാണും. അവിടെയാണ് പുനഃപ്രാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇല്ലാതാക്കിയ ഒരു പ്രതികരണത്തെ നമ്മൾ തന്നെ മനസ്സ് വെച്ചാൽ വേണമെങ്കിൽ തിരികെ കൊണ്ടുവരാം. ക്ലിയർ ആയോ? അതിന് പറഞ്ഞ പേരാണ് പുനഃപ്രാപ്തി. ആദ്യം പഠിച്ചതിനായിരുന്നു വിലോപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാതാക്കാം. ഇല്ലാതാക്കിയതിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? പുനഃപ്രാപ്തിക്കണം. ക്ലിയർ ആയോ? ഈ രണ്ടെണ്ണം കിട്ടിയോ? ഓക്കെ, ഡൺ. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി പറയണോ? വിലോപം പുനഃപ്രാപ്തിയും കിട്ടിയോ? ഐഡിയ കിട്ടാനായിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ വെച്ച് പറയുന്നത്. കിട്ടിയോ രണ്ടും? ഓക്കെ, ഡൺ. അടുത്തതാണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിലേയ്ഡ് കണ്ടീഷനിങ് റെസ്പോൺസ്. ഇവിടെ നോക്കിയേ, പാവ്ലോ നടത്തിയ പരീക്ഷണത്തിൽ മണിനാഥത്തോടൊപ്പം നൽകുന്നതിന് പകരം മണിയച്ച അടിച്ച് അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം നൽകുന്നു. മണിനാഥം കൽപ്പിക്കുന്ന ഭക്ഷണം തമ്മിലുള്ള വ്യത്യാസം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നായയുടെ ഉമ്മനീസ്രവം കുറയുന്നതായി പാവ്ലോവ് കണ്ടെത്തി. എന്നാൽ ഇടവേള വീണ്ടും വർദ്ധിച്ചപ്പോൾ നായയുടെ ഉമ്മനീസ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടായതായി കണ്ടു. ചോദകങ്ങൾക്കിടയിലുണ്ടായ സമയവ്യത്യാസമായി നായ പൊരുത്തപ്പെട്ടതാണ് ഇതിനു കാരണം. ഈ പ്രതിഭാസത്തെ വിളംബിത അനുബന്ധിത പ്രതികരണമെന്ന് വിളിക്കുന്നു. മണിനാഥവും ഭക്ഷണവും 1/2 സെക്കൻഡ് വ്യത്യാസം നൽകിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉമ്മനീസ്രവം ലഭിച്ചത്. ഞാൻ പറഞ്ഞില്ല, ആദ്യം ചെയ്തത് എന്താണ്? ഒരു ടൈം ഗ്യാപ്പ് 10 സെക്കൻഡേ ഉള്ളായിരുന്നു. ആ 10 സെക്കൻഡിനിപ്പുറം നായയ്ക്ക് ഇറച്ചിപ്പൊടി കൊടുക്കുമ്പോൾ, മണിയച്ച കേൾപ്പിച്ചതിന് ശേഷം ഇറച്ചിപ്പൊടി കൊടുക്കുമ്പോൾ അപ്പം തന്നെ നായയുടെ വായിൽ ഉമ്മനീസ്രവം വരും. മണിയച്ച എപ്പോൾ കേൾപ്പിക്കുന്നു എനിക്കപ്പോൾ സാധനം കിട്ടുമെന്ന് മനസ്സിലായി. പക്ഷേ ഈ മണിയച്ച കേൾപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഇറച്ചിപ്പൊടി കൊടുക്കാൻ താമസിച്ചാൽ, അവിടെ ഒരു ഡിലേ വന്നാൽ പതുക്കെ പട്ടിയുടെ വായന സംഭവിക്കും. കിട്ടത്തില്ല എന്നൊരു പ്രതീക്ഷ വരും. പിന്നീട് അങ്ങോട്ട് പട്ടിയുടെ വായിൽ ഉമ്മനീസ്രവം കുറയും. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? മണിയച്ച കേൾപ്പിച്ചു 10 സെക്കൻഡ്, വീണ്ടും ഇറച്ചിപ്പൊടി എടുത്തു, മണിയച്ച കേൾപ്പിച്ച് ഇറച്ചിപ്പൊടി എടുത്തു. അങ്ങനെ ചെയ്താൽ വീണ്ടും ഇത് ഡിലേഡ് ആയിട്ടുള്ളത് വീണ്ടും അത് പഴയ രീതിയിലേക്ക് വരും. ഇതിനെയാണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സെക്കൻഡ് ടൈമിലെ കാര്യം തന്നെ എടുത്തേ. സെക്കൻഡ് ടൈമിൽ നമ്മൾ ഇടയ്ക്കൊക്കെ കയറി ചോദ്യം ചോദിക്കും, ഇടയ്ക്കൊക്കെ തിരക്കായിട്ട് ഇറങ്ങിപ്പോവും. വീണ്ടും ഇടയ്ക്കൊക്കെ കയറി ചോദ്യം ചോദിക്കും, തിരക്കായിട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ പിള്ളേർക്ക് മനസ്സിലാവും, വരുന്ന ചോദ്യം ചോദിക്കാൻ പെട്ടെന്ന് എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞ ചോദ്യം വരും. ശരിയല്ലേ? അപ്പം അതിനെയാണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നത്. ആ ഒരു ടൈം ഗ്യാപ്പ് കൂടുമ്പോൾ അവിടെയുള്ള പ്രതികരണത്തെ നമുക്ക് എന്താക്കാൻ പറ്റും? മാറ്റി എടുക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സമയവ്യത്യാസത്തെ നമുക്ക് കണ്ടീഷനിങ് റെസ്പോൺസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതികരണവുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതങ്ങനെ ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല ഈ വിളംബിത അനുബന്ധിത പ്രതികരണത്തിൽ നിന്ന്. ബാക്കി നമ്മൾ ആദ്യം പഠിച്ച വിലോപത്തിൽ നിന്നും പുനഃപ്രാപ്തിയിൽ നിന്നും ചോദ്യമുണ്ട്. അടുത്തയാളാണ് ചോദക സാമാന്യവൽക്കരണം. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇവനാണ്. ഇവന് ഞാൻ 2 സ്റ്റാർ കൊടുക്കും. കാരണം സ്ഥിരം ചോദ്യം ചോദിക്കുന്ന ആളാണ് ഇവൻ. എന്താണ് ചോദക സാമാന്യവൽക്കരണം? നോക്കിയേ, അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാവാനുള്ള പ്രവണതയെ ചോദക സാമാന്യവൽക്കരണം എന്ന് വിളിക്കുന്നു. പാവ്ലോവിൻ്റെ പരീക്ഷണത്തിൽ അനുബന്ധിത ചോദകമായ മണിശബ്ദത്തിന് ഏറ്റക്കുറച്ചിലുണ്ടായാലും ഉമ്മനീസ്രവം എന്ന പ്രതികരണം തന്നെ ഉണ്ടാവും. എന്നാൽ വ്യത്യാസം വർദ്ധിക്കും തോറും പ്രതികരണം ദുർബലമായി തീരുകയും ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പ്രതികരണം അഭ്യസിച്ചു. അതായത് ഇപ്പം നമ്മുടെ ക്ലാസ്സിനെ തന്നെ എടുക്കുക. ക്ലാസ്സിൽ അധ്യാപകനായ ഞാൻ എല്ലാ ദിവസവും ചോദ്യം ചോദിച്ചിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അത് കണ്ടുകൊണ്ട് എന്നാ സംഭവിച്ചു? അടുത്ത ടീച്ചർ ഈ പരിപാടി തുടങ്ങി, ടീച്ചറിൻ്റെ സബ്ജക്റ്റും പഠിക്കാനായിട്ട്. അതുകൊണ്ടാണ് എന്നാ എടുത്തു? എല്ലാ ടീച്ചർമാർ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ കുട്ടികൾ എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ടോ, അഭ്യസിച്ച പ്രതികരണവുമായി സാമ്യമുള്ള ചോദ്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുവാണ്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി എല്ലാ ദിവസവും എല്ലാ ടീച്ചർമാരും ചോദ്യം ചോദിക്കും, പഠിച്ചില്ലെങ്കിൽ പണിയും കിട്ടും, എംബോസിയും കിട്ടും, തല്ലും കിട്ടും, വീട്ടിൽ വിളിച്ചു പറയും, ആകസി. അപ്പോൾ എന്നാ മനസ്സിലാവും? ആ ഒരു ചോദകത്തെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ അഭ്യസിച്ച പ്രതികരണം തന്നെ കുട്ടികളിൽ
ഉണ്ടാവും. അതിന് പറഞ്ഞ പേരാണ് ചോദക സാമാന്യവൽക്കരണം അല്ലെങ്കിൽ സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ മറ്റൊരു രീതിയിൽ പറയാം. അതായത് ഇപ്പോൾ 5ാം ക്ലാസ്സിൽ ഒരു കൊച്ചു പഠിക്കുന്നു, വേണ്ട 5ലേക്ക് പോകണ്ട, നമുക്ക് 3 വരാം. 3ാം ക്ലാസ്സിൽ ഒരു കൊച്ച് മൾട്ടിപ്ലിക്കേഷൻ മാത്സിനകത്ത് പഠിക്കുന്നു, ഗണിതത്തിൽ പഠിക്കുന്നു. ആ കൊച്ചിനെ പഠിപ്പിക്കുന്ന ഒരു സാറാണ്. ടേബിൾ പഠിച്ചില്ലെങ്കിൽ തല്ല് നല്ല പോലെ കിട്ടും. സാറിന് ഇച്ചിരി വയറുണ്ട്, നല്ല പൊക്കമുണ്ട്, എല്ലാ ദിവസവും ഇൻസേർട്ടൊക്കെ ചെയ്തു വരും, കയ്യിൽ വടിയുണ്ട്. ഇതാണ് സാറിൻ്റെ ഒരു രൂപം. ഈ ഒരു സാറിനെ എല്ലാ ദിവസവും ഇവൻ പഠിക്കാൻ മാത്സ് എന്ന് പറഞ്ഞ വിഷയം പഠിക്കാനായിട്ട് ആ കൊച്ചിന് ഇച്ചിരി പ്രയാസമുള്ളൊരു കൊച്ചുമാണ്. പഠിക്കാത്തതിൻ്റെ പേരിൽ അധ്യാപകൻ എപ്പോഴും വഴക്കം പറയും, എന്നിട്ട് തല്ലും കൊടുക്കും ടേബിൾ പഠിക്കാത്തതിൻ്റെ പേരിൽ. ഇവൻ ഒരു വിധത്തിൽ കഷ്ടിച്ച് മുട്ടിച്ച് 3ാം ക്ലാസ് പാസ്സായി. ഈ ഇവൻ 4ാം ക്ലാസ് കഴിഞ്ഞു, LP സെക്ഷൻ കഴിഞ്ഞു, UPയിലേക്ക് വേറൊരു സ്കൂളിലേക്ക് പോയി. സ്കൂളിലേക്ക് പോയി ആശ്വസിച്ചു, ഇനി മാത്സ് പഠിപ്പിക്കാൻ ആ കാലമാടം വരത്തില്ലോ എന്ന് ആശ്വസിച്ചു. പക്ഷേ അവൻ്റെ ഗതികേടിന് അവൻ്റെ മുന്നിലേക്ക് വന്നത് അതേ രൂപസാദൃശ്യമുള്ളൊരു അധ്യാപകൻ. എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വയറ്, ഇൻസേർട്ട് ചെയ്ത് വരുന്നു, കയ്യിൽ വടിയുണ്ട്. ഇതെല്ലാം അവനെ ആരിലേക്ക് കൊണ്ടുപോകും? പഴയ അവൻ്റെ 3ാം ക്ലാസ്സിലെ പ്രശ്നത്തിലേക്ക് അവനെ ആനയിക്കും. അവിടെ നടക്കുന്ന എന്താണ്? ചോദക സാമാന്യവൽക്കരണം. അതായത് നേരത്തെ ഉണ്ടായ ഒരു പ്രതികരണവുമായി അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ഒരു ചോദകവുമായി അവൻ പ്രതികരിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ചോദകവുമായും പഴയ പോലെ അവൻ പ്രതികരിക്കാൻ നോക്കും. കാരണം ആ ഒരു രൂപത്തിൽ വരുന്ന അധ്യാപകരെല്ലാം അങ്ങനെയുള്ളതാണെന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് അന്നേ വന്നതാണ്. എന്ന് തൊട്ട് 3ാം ക്ലാസ് തൊട്ട് വന്നതാണ്. അത് 5ാം ക്ലാസ്സിൽ വന്നാലും അവനൊരു മാറ്റവും ഇല്ലാതെ കൊണ്ടു നടക്കും. അവിടെയാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങളെ കൊച്ചു ക്ലാസ്സിൽ എന്ത് ചെയ്യല്? പേടിപ്പിക്കരുത്. അവർ പഠനത്തോട് വിമുഖത കാണിക്കും, പഠനത്തെ വെറുക്കും, സബ്ജക്റ്റ് ഇഷ്ടപ്പെടാതെ വരും, സ്കൂൾ ഇഷ്ടപ്പെടാതെ വരും, ടീച്ചറിനോടും സ്കൂളിനോടും പിണക്കമാകും. അതുകൊണ്ടാണ് പറയുന്നത് കൊച്ചു ക്ലാസ്സിൽ കുട്ടികളെ എന്ത് ചെയ്യല്? അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി പേടിപ്പിക്കരുതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഈ ചോദക സാമാന്യവൽക്കരണം ഉള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. ക്ലിയർ ആയോ? ചോദക സാമാന്യവൽക്കരണം എന്താണെന്ന്? അതായത് നേരത്തെ അഭ്യസിച്ച ഒരു പ്രതികരണവുമായിട്ട് അല്ലെങ്കിൽ ചോദകവുമായിട്ട് നമ്മൾ പ്രതികരിച്ച പോലെ തന്നെ വരും കാലങ്ങളിലും നമ്മൾ കാണുന്ന ചോദകവുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദകം എന്നാൽ എന്ത് ചെയ്യും? നമ്മളതുമായിട്ട് പ്രതികരിക്കാൻ നോക്കും. അതിന് പറയുന്ന പേരാണ് ചോദക സാമാന്യവൽക്കരണമെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ചോദക സാമാന്യവൽക്കരണം എന്താണെന്ന്? ഡൺ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ. എന്താണ് ചോദക വിവേചനം? ഒന്നാമത് പഠിച്ചത് വിലോപം, രണ്ടാമത് പഠിച്ചത് പുനഃപ്രാപ്തി, മൂന്നാമത് പഠിച്ചത് വിളംബിത അനുബന്ധിത പ്രതികരണം, ഇപ്പോൾ പഠിച്ചത് ചോദക സാമാന്യവൽക്കരണം, അഞ്ചാമത്തേതാണ് ചോദക വിവേചനം. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. നമ്മൾ പറയത്തില്ലേ അവർ ക്ലാസ് റൂം ഈസ് ഫുൾ ഓഫ് ഇൻഡിസ്ക്രിമിനേഷൻ അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വിവേചനവും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നുണ്ടോ? ശബ്ദത്തിലുണ്ടായ ഏറ്റക്കുറച്ചിലുണ്ടായ 2 മണിനാദങ്ങളിൽ ഭക്ഷണം നൽകിയപ്പോൾ ഭക്ഷണം ലഭിച്ച മണിനാദത്തോട് മാത്രം നായികമായ അനുകൂലം പ്രതികരിച്ചു. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ തിരിച്ചറിയൽ പ്രക്രിയ ചോദക വിവേചനം എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ മണിയൊച്ച കേൾപ്പിച്ചുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ടൊരു മണിയിലാണ്, പകരം ഒരു ദിവസം കേൾപ്പിച്ചത് വേറൊരു മണി ശബ്ദമാണ്. അപ്പം നായിക്ക് മനസ്സിലായി ഇത് ഞാൻ എന്നും കേൾക്കുന്ന ശബ്ദമല്ല. അപ്പം നായിക്ക് എന്താ മനസ്സിലായി? ഇതെനിക്ക് ഇറച്ചിപ്പൊടി കിട്ടാനുള്ള മണിയൊച്ചയല്ല എന്ന് മനസ്സിലായി. അപ്പം നായ എന്ത് ചെയ്യും? പ്രതികരണം നായയുടെ വായിൽ നിന്നും വരില്ല. അതിനൊരു ബെറ്റർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കൊച്ചു കുട്ടികളുള്ള വീട്ടിൽ അപ്പന്മാരൊക്കെ വണ്ടിയെ വരുമ്പോൾ അപ്പന്മാരുടെ വണ്ടിയുടെ സ്വരം കേട്ടാൽ അവർക്ക് കറക്റ്റ് അറിയാം. ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറക്റ്റ് അറിയാം. നമ്മുടെ ബൈക്കിൻ്റെ സ്വരം അവർക്ക് കറക്റ്റ് അറിയാം. അതെങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഡെയിലി അവർ കേട്ട് ആ ഒരു സ്വരം അവരുടെ മനസ്സിലേക്ക് പതിഞ്ഞു. ഏത് വഴി സൈഡിൽ നിന്നാലും ഏത് എണാൻ പൊക്കട്ട് നിന്നാലും ഈ ഒരു വണ്ടിയുടെ സ്വരം കേട്ടാൽ അവനത് സ്റ്റിമുലസ് ജനറലൈസ് ചെയ്യും. എന്താണ്? എൻ്റെ അപ്പൻ്റെ വണ്ടി അതാണല്ലോ എന്നൊരു ജനറേഷൻ വരും. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ബൈക്ക് പോയാൽ നോക്കുമോ? ഇല്ല. കാരണം എന്താണ്? അത് അവൻ്റെ അപ്പൻ്റെ വണ്ടിയല്ലെന്ന് അവനറിയാം. അവിടെയാണ് സ്റ്റിമുലസ് ഡിക്ലറേഷൻ വരുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ 3ാം ക്ലാസ്സിലെ അധ്യാപകൻ അങ്ങനെ ആയതുകൊണ്ട് 5ാം ക്ലാസ്സിൽ വരുന്ന ആ അധ്യാപകൻ അങ്ങനെ ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ ആ കൊച്ചു മനസ്സിലാക്കുവാണെങ്കിൽ ആ കൊച്ചിന് എന്നാ ഉണ്ട്? ചോദക വിവേചനമുണ്ട്. എന്ന് പറഞ്ഞാൽ രണ്ടിനെയും രണ്ടായിട്ട് കാണാനും മനസ്സിലാക്കാനും രണ്ടിനോടും രണ്ടായിട്ട് പ്രതികരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? 5 പഠിക്കുന്ന കൊച്ചിനിപ്പം ഉണ്ട് എന്ന് അർത്ഥം. അങ്ങനെയുണ്ടെങ്കിൽ ആ കൊച്ചിന് എന്നാ നിലനിൽക്കാൻ പറ്റി? ചോദക വിവേചനം കൈവരിക്കാനായിട്ട് സാധിച്ചു. ഇതാണ് പാവ്ലോവ് തൻ്റെ തിയറി വഴി മുൻപോട്ട് കൊണ്ടുവന്നത്. ഇത്രയും ക്ലിയർ ആയോ? 5 കാര്യങ്ങൾ. 1 വിലോപം,
നമുക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാം. 2 പുനഃപ്രാപ്തി, ഇല്ലാതാക്കിയതിനെ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം. 3 ഡിലേയ്ഡ് കണ്ടീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വിളംബിത അനുബന്ധ പ്രതികരണം. അതായത് നമുക്കൊരു ടൈം ഗ്യാപ്പ് ഇട്ടാൽ പ്രതികരണത്തിൽ മാറ്റങ്ങളുണ്ടാവും. 4-മത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ. പഴയ കണ്ടതിനെ പുതിയതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ പെരുമാറുന്നു. 5-മത്തെ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, അത് വേറെ ഇത് വേറെ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ചോദക വിവേചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? പാവ്ലോവിൻ്റെ തിയറി കഴിഞ്ഞു. ഉണ്ടോ? പപ്പായുടെ കാര്യം മൊത്തം കഴിഞ്ഞു. ഇനി അടുത്ത ആളിലോട്ട് നമ്മൾ പോവാണ്. ഇന്നല്ല, പപ്പായുടെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രം കേട്ടോ. അപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റീകളക്ട് ചെയ്ത് നോക്കി. ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ബിഹേവിയറിസം, ചേഷ്ടാവാദം, അതുപോലെ തന്നെ വ്യവഹാരവാദം. ഇതൊക്കെ കണ്ടുപിടിച്ച എത്ര പേരാണ്? 4 പേര്. 4 പേരിൽ ആരൊക്കെയായിരുന്നു 4 പേര്? ആരൊക്കെയായിരുന്നു 4 പേര്? പെട്ടെന്ന് പറ. ആരൊക്കെയായിരുന്നു 4 പേര്? ഓക്കെ, പാവ്ലോ, വാട്സൺ, തോണ്ടേക്ക്. ഇതിൻ്റെ പാവ്ലോ ആരിൽ പരീക്ഷ നടത്തി? വാട്സൺ എലിയിൽ, തോണ്ടേക്ക് പൂച്ചയിലോ, സ്കിന്നറോ റാറ്റിൽ. ഓക്കെ, സ്കിന്നറും ഇവരോടുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, ബാക്കി 3 പേരും SR ബന്ധം ചെന്നപ്പോൾ സ്കിന്നർ മാത്രം RS ബന്ധം കൊണ്ടുവന്നു. ചോദക. ഓക്കെ, വെരി ഗുഡ്. ഇനിയും നമ്മൾ അടുത്ത പഠിച്ച ആരെ പറ്റിയാണ്? പപ്പായെ പറ്റി. പപ്പ പരീക്ഷ നടത്തിയത്, പാവ്ലോ പരീക്ഷ നടത്തിയത് പട്ടിയിൽ. അതാണ് പ എന്ന് നമ്മൾ വിളിച്ചത്. അടുത്തതാണ് നമ്മൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത് വായേ. നാളെയാണ് വാട്സൺ എലി നടത്തിയ പരീക്ഷണം അടുത്ത ദിവസം പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം പൂത്ത പഠിക്കും, പിന്നെ സ്കിന്നർ പഠിക്കും. ഓക്കെ, ഇനിയും നമ്മൾ പാവ്ലോവിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു 3 രീതിയിലൂടെയാണ് അദ്ദേഹം പട്ടിയിൽ പരീക്ഷ നടത്തിയത്. ഏതൊക്കെയാണ്? അനുബന്ധനത്തിന് മുമ്പ്, അനുബന്ധം നടക്കുമ്പോൾ, അനുബന്ധത്തിന് ശേഷം. ആദ്യം എന്നാ സംഭവിച്ചു? ഓർത്തു നോക്കി. എന്നാ സംഭവിച്ചത്? ഇറച്ചിപ്പൊടി കൊടുത്തു, പട്ടിയുടെ വേന്ന് വെള്ളം വന്നു, മണിയച്ച് കേൾപ്പിച്ചു, ഒരു തേങ്ങ സംഭവിച്ചില്ല. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്നാ സംഭവിച്ചു? മണിയച്ച് കേൾപ്പിച്ചു, ഗ്യാപ്പ് ഇട്ടു, ഇറച്ചിപ്പൊടി കൊടുത്തു, മണിയച്ച് കേൾപ്പിച്ചു, ഗ്യാപ്പ് ഇട്ടു, ഇറച്ചിപ്പൊടി കൊടുത്തു. അങ്ങനെ ചെയ്തപ്പോൾ എന്നാ സംഭവിച്ചു? പട്ടിയുടെ വായിന്ന് വെള്ളം വന്നു. 3 എന്ത് ചെയ്തു? ഇറച്ചിപ്പൊടി കൊടുക്കാതെ ചുമ്മാ പോയി മണിയച്ച് കേൾപ്പിച്ചാലും പട്ടിയുടെ വായിന്ന് വെള്ളം വന്നു. 3 സ്റ്റെപ്പ് കഴിഞ്ഞു. അതിൽ കണ്ടീഷനിങ് ആര്, അൺകണ്ടീഷനിങ് ആരെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പഠിച്ചു അതിൻ്റെ ക്ലാസ് റൂം പ്രസക്തി. 5 കാര്യങ്ങൾ: വിലോപം, പുനഃപ്രാപ്തി, ഡിലേഡ് കണ്ടീഷൻ റെസ്പോൺസ്, വിളംബിത അനുബന്ധ പ്രതികരണം, ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ ആൻഡ് ചോദക വിവേചനം, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ഇത്തരം കാര്യങ്ങളാണ് പഠിച്ചത്. വിലോപം എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കാം, പുനഃപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കിയതിനെ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം. അതുപോലെ തന്നെ ഡിലേഡ് എന്ന് പറഞ്ഞാൽ ടൈം ഗ്യാപ്പ് ഇട്ടാൽ പ്രതികരണത്തിൽ വ്യത്യാസങ്ങൾ വരാം. പിന്നെ സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദകത്തെ പഴയതുമായിട്ട് മുൻകാല പ്രാബല്യമായിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോൾ പഴയതിലേക്ക് കൊച്ചു തിരിച്ചു പോവുക, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുക. അതാണ് ജനറലൈസേഷൻ. ചോദക സാമാന്യവൽക്കരണം. വിവേചനം എന്ന് പറഞ്ഞാലോ രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയുക. അതാണ് വിവേചനം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ചോദ്യങ്ങൾ കാണിക്കാം കേട്ടോ. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കാണിക്കാം. എന്താണ് ഇവർ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, പഠിച്ചല്ലോ ഒന്നുകൂടി ഓർക്കണം. ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ, ഒരു ടെൻഷനും ഇല്ല. കൂളായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല എടുത്തിട്ടായിരുന്നു. കമോൺ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണാവോ? എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ സ്കാൻ ചെയ്ത് കേട്ടോ. കാണാവോ? കാണാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം കമൻറ്റ് ചെയ്തോ. ആരും വിളിച്ചു പോകണ്ട, എല്ലാവരും കമൻറ്റ് ചെയ്തു, ധൈര്യമായിട്ട് ചെയ്തു. പാവ്ലോവിൻ്റെ പൗരാണിക സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് ശേഷം ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമ്മിനീരുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അനുബന്ധനം ചെയ്യാതുള്ള ചോദകമാണോ, അനുബന്ധിതം ചെയ്ത പ്രതികരണമാണോ, അനുബന്ധനം ചെയ്യാത്ത പ്രതികരണമാണോ, അനുബന്ധിത ചോദകമാണോ? അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണോ, കണ്ടീഷനിങ് റെസ്പോൺസ് ആണോ, അൺകണ്ടീഷണൽ റെസ്പോൺസ് ആണോ, കണ്ടീഷണൽ സ്റ്റിമുലസ് ആണോ? കമൻറ്റ് ചെയ്തു. പഠിച്ചതല്ലേ? ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. ഉണ്ടോ? അനുബന്ധനത്തിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കണ്ടീഷനിങ്ങിൽ വന്നായ ബെല്ലിന് ശബ്ദം കേൾക്കുമ്പോൾ എന്നാ വന്നു? ഉമ്മിനീസ്രവം വന്നില്ലേ? അത് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞോ, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കമൻറ്റ് ചെയ്തു ധൈര്യമായിട്ട്, അല്ലെങ്കിൽ മൈക്ക് തുറന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പേര് വിളിക്കാം. ചോദക സാമാന്യവൽക്കരണം നടത്തി നോക്കാം. കിട്ടുന്നില്ല? ധൈര്യമായിട്ട് എഴുതുന്നത്, തെറ്റിയാൽ തെറ്റട്ടെ, പഠിക്കാം.
ഓക്കെ, ഒരു ഉത്തരം വന്നു, കണ്ടീഷണൽ റെസ്പോൺസ്. മറ്റുള്ള ഉത്തരങ്ങൾ പോരട്ടെ. ഒരാളുടെ ഉത്തരം വന്നു, ബാക്കിയുള്ള ധൈര്യമായിട്ട് പറഞ്ഞു. ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്യാണ്ട്, ഈ ഒരു പാർട്ടിയിൽ വന്ന ചോദ്യം മാത്രമേ ഉള്ളൂ ഇത്. ഓക്കെ, ബി ആണ്. ഓക്കെ, ബി അല്ലാതെ ഏതെങ്കിലും ഓപ്ഷൻ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, നിങ്ങൾ തെറ്റുന്നതിനുള്ള കാര്യം പറയാം. ബി അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു. ഡി തോന്നുന്നുണ്ട്, അനുബന്ധിത ചോദ്യമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ തോന്നി? ആ ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ സ്രവം ഉണ്ടാകുന്നത്, അതൊരിക്കലും ഉമിനീർ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ചോദകമല്ല. ഉമിനീർ എന്ന് പറയുന്നത് എന്താ, പിന്നെ പ്രതികരണമല്ലേ? മനസ്സിലായോ? ഉമിനീർ പട്ടിയുടെ വായിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അതെപ്പോഴും എന്താ, പ്രതികരണമാണ്. പട്ടി പ്രതികരിക്കുന്നതാണ്. നമ്മൾ കൊടുക്കുന്നതാണ് ചോദകം എന്ന് പറയുന്നത്. അപ്പം ഡി വരാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ചാൻസ് കുറവാണ് അല്ലേ? അപ്പം ഇവിടെ ചോദ്യത്തിൻ്റെ അകത്ത് അനുബന്ധനത്തിന് ശേഷം ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്നാ വന്നു, ഉമിനീർ സ്രവം വന്നു. അപ്പം അനുബന്ധനത്തിന് ശേഷം നമ്മൾ എന്നാ കിട്ടി, കണ്ടീഷനിങ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടി. അതായത് നമ്മൾ നിർബന്ധിച്ച് വരുത്തിയതാണ്, ശരിയല്ലേ? നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ അൺകണ്ടീഷണൽ റെസ്പോൺസ് അല്ലായിരുന്നോ പട്ടി നമുക്ക് തന്നത്? ഒരു പ്രതികരണം കാണിച്ചില്ലല്ലോ. പക്ഷേ അനുബന്ധനത്തിന് ശേഷം മണിയൊച്ച കേൾപ്പിച്ചപ്പോൾ എന്നാ സംഭവിച്ചത്, അത് കണ്ടീഷനിങ് ആയി. പട്ടി അതിനോട് പ്രതികരിച്ച് തുടങ്ങി. എപ്പം മണിയൊച്ച കേൾപ്പിച്ചാലും എനിക്ക് ഇറച്ചിപ്പൊടി കിട്ടുമെന്ന് പട്ടിക്ക് ചിന്ത വന്നു. അപ്പം നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച ഒരു എന്താ പറഞ്ഞ പ്രതികരണം അത്. അപ്പോൾ അതെപ്പോഴും എന്താണ്, അനുബന്ധിത പ്രതികരണമാണ്. മനസ്സിലായോ? തെറ്റ് വന്ന് കിട്ടിയോ? അപ്പോൾ ഓർത്തിരിക്കണം, ഒരു ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ആ രീതിയിലൂടെ നമ്മൾ ചിന്തിക്കണം. ഇതാണ് ഈ കേറ്ററ്റിൻ്റെ കുഴപ്പം. പഠിച്ചതിനെ അവർ എല്ലാ രീതിയിലൂടെ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഉത്തരത്തിലേക്ക് വരത്തുള്ളൂ. ഞാനോണ്ട് വെച്ചാൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് അതിൻ്റെ ഓപ്ഷൻ ബി ആട്ടോ, കാരണം കറക്റ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായ ക്ലാസ് റൂം പഠന രീതികൾ പൊതുവെ നമുക്കറിയാലോ. വ്യവഹാരവാദ രീതികൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നടത്തിയ രീതികളാണ്. ഇപ്പം നമ്മൾ നടത്തുന്ന രീതി ഏതാണ്? ഇപ്പം നമ്മുടെ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്ന രീതി ഏതാ അറിയാമോ? അതും പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന എപ്പോഴും. ഇപ്പോൾ നമ്മൾ ക്ലാസ് മുറിയിൽ നടത്തുന്ന പഠന രീതി ഏതാണ്? ഏതാ? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയും. സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം എന്ന് പറയും. നമ്മുടെ ആരാ വലിയ വലിയ ആൾക്കാരായിട്ടുള്ള നമ്മുടെ വലിയ വലിയ ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച് അവരെ പറ്റി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. 5-8 പേരുണ്ട്, എല്ലാവരുമായിട്ട് പറയുന്നത് നമുക്ക് ആ പാടെ കൺഫ്യൂഷനായി പോകും. ഓക്കെ, അപ്പം ഈ പണ്ടത്തെ കാലത്ത് ഈ വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായിട്ട് ക്ലാസ് റൂമിൽ എപ്പോഴും അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു. അത് നമ്മൾ പറയത്തില്ലേ, ഗുരുകുല വിദ്യാഭ്യാസം ഒക്കെ പറയത്തില്ലേ? അങ്ങനെ അധ്യാപകൻ പറയുന്നു, കുട്ടികൾ കേൾക്കുന്നു, പറയുന്നു, കേൾക്കുന്നു, കിട്ടുന്നത് പഠിക്കുന്നു, പോകുന്നു. ആ ഒരു രീതിയാണ് പണ്ടത്തെ കാലത്തുണ്ടായിരുന്നത്. അതായത് അവിടെ കണ്ടോ, നമ്മൾ അവിടെ ആ രീതി ശ്രദ്ധിക്കണം. കണ്ടോ, ചോദക സാമാന്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റിമുലസ് റെസ്പോൺസ്. കൊണ്ട് നമ്മൾ ചോദകം കൊടുക്കുന്നു, പ്രതികരണം കിട്ടുന്നു, ചോദകം കൊടുക്കുന്നു, പ്രതികരണം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്താ, അധ്യാപകനോടെ മെയിൻ റോള്. കുട്ടിക്ക് അവിടെ എന്താ, റെസ്പോൺസ് കൊടുക്കുന്ന ആളായിട്ട് അതിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു പണ്ടത്തെ കാലത്തുണ്ടായിരുന്നത്. അപ്പം വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായിട്ട് ക്ലാസ് റൂമിൽ പൊതുവെ എന്താണ്, ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടും പ്രവർത്തനാധിഷ്ഠിതമായിട്ടും പ്രക്രിയാബന്ധിതമായിട്ടും ഇന്നത്തെ ക്ലാസ് മുറികൾ പോകുന്നുണ്ട്. അതിന് കാരണം എന്താണ്, നമ്മുടെ പിയാഷെ പോലുള്ള വലിയ വലിയ ആൾക്കാർ വന്ന് സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം കൊണ്ടുവന്നതോടുകൂടി, എന്ന് പറഞ്ഞാൽ സോഷ്യൽ കൺസ്ട്രക്റ്റീവാണ് നമ്മൾ ഇന്ന് ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരേണ്ടത് അധ്യാപക കേന്ദ്രീകൃതമാണ്. 2 കാര്യം ഓർത്തിരിക്കണം. പണ്ടത്തെ കാലത്ത് ടീച്ചർ സെൻറ്റേർഡ് ആയിരുന്നു, ഇന്നത്തെ കാലത്ത് സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദത്തിലാണ് നമ്മുടെ ക്ലാസ് മുറികൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുന്നു. തന്നെത്താനെ വായിക്കുക, തന്നെത്താനെ ഓപ്ഷൻ കമൻറ്റ് ചെയ്യുക. ഞാൻ 5 തവണ പറഞ്ഞു തന്നാണ്. ചോദിക്കുക, വായിച്ച് മനസ്സിലാക്കുക, ഓപ്ഷൻ കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷിലുള്ള അധ്യാപനെ പേടിച്ചാണ് സുരേഷ് 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചത്. 6ാം ക്ലാസ്സിലെത്തിയ സുരേഷിന് എന്നെ സംഭവിച്ചു? 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു അതേപോലുള്ള ഇംഗ്ലീഷ് അധ്യാപകൻ പഠിപ്പിക്കാനെത്തിയപ്പോൾ ഭയം കൂടി വന്നു. പാവ്ലോവിൻ്റെ പ്രധാന ആശയങ്ങളിൽ ഏതുമായി ഈ അനുഭവം ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ചോദക സാമാന്യവൽക്കരണമാണോ, പുനഃപ്രാപ്തിയാണോ, വിലോപമാണോ, ചോദക പ്രബലനമാണോ? ഏതാണ്?
ഓക്കെ, കറക്റ്റാണ്. ചോദക സാമാന്യവൽക്കരണം. എന്താണ് കാരണം? നോക്കിയേ, പണ്ട് പഠിച്ച ഒരു കാര്യത്തെ കണ്ടോ, 4ാം ക്ലാസ്സിൽ കാണിച്ച കാര്യത്തെ 6ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു അതുപോലെ 3ഉം 5ഉം ആയിട്ട് പറഞ്ഞല്ലേ, അതിനെ വീണ്ടും പഴയ കാര്യവുമായിട്ട് കണക്ട് ചെയ്യാൻ കൊച്ചു നോക്കി. അതെന്താണ്? എപ്പോഴും ചോദക സാമാന്യവൽക്കരണമാണ് അവിടെ നടക്കുന്നത്. പുനഃപ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്താ? വിലോപം വഴി ഇല്ലാതായ ഒരു പ്രവണതയെ തിരിച്ചു കൊണ്ടുവരുന്നതല്ലേ. അതിവിടെ ഉണ്ടോ? ഇല്ലാതായി എന്ന് പറയുന്നുണ്ടോ ഇവിടെ? ഇല്ല, ഉണ്ടോ? അതുകൊണ്ട് ആ പുനഃപ്രാപ്തി ഒരിക്കലും വരത്തില്ല കേട്ടോ. എന്താ വരുന്നത്? ചോദക സാമാന്യവൽക്കരണം. ഞാൻ പറഞ്ഞില്ലേ, കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് അവനിൽ നിന്നാണ് കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പം അന്ന് 4ാം ക്ലാസ്സിൽ പഠിച്ച കൊച്ചിന് ഇംഗ്ലീഷ് പേടിയായതുകൊണ്ട് അതേപോലെയുള്ള ഇംഗ്ലീഷ് അധ്യാപകം കണ്ടപ്പോൾ എന്നാ സംഭവിച്ചു? 6ാം ക്ലാസ്സിൽ വെച്ചു അവന് പേടി വന്നു. അതെന്താണ്? ചോദക സാമാന്യ വൽക്കരണമാണ് അവിടെ നടന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മിലിക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ വളരെ താഴ്ന്ന ഗ്രേഡാണ് ലഭിച്ചത്. അതിൽ അധ്യാപിക അവളെ നിശ്ചിതമായി വിമർശിച്ചു. രക്ഷിതാക്കളും വളരെയധികം വിമർശനങ്ങൾ നടത്തി. അതിനുശേഷം ടെസ്റ്റുകളെയും പരീക്ഷകളും ഉത്കണ്ഠയോടെയാണ് നേരിട്ടത്. പഠനത്തെക്കുറിച്ച് ഏത് സൈദ്ധാന്തിക സമീപനമാണ് ഉദാഹരണമായിട്ട് വരുന്നത്? ഏതാണ്? നമ്മൾ പഠിച്ചതല്ലേ ഇതിനകത്തുള്ളൂ. ഏതാ? ബാക്കി നമ്മൾ കവർ ചെയ്തില്ലേ, അവിടെ ആ ചോദ്യത്തിന് എടുത്താൽ ഏതാണ്? പൗലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. കണ്ടോ എന്തുകൊണ്ടാണ് വന്നത്? കണ്ടോ, അന്നത്തെ കാലത്ത് അവൾക്ക് പരീക്ഷയിൽ പേടയായതുകൊണ്ട് കണ്ടോ, വിലോപം, പുനഃപ്രാപ്തി, ചോദക സാമാന്യവൽക്കരണം, ചോദക വിവേചനം ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. ശരിയല്ലേ? അതാണ് അവിടെ ഉത്തരവാദിത്തം. അത് പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് അവിടെ, അല്ലെങ്കിൽ പാവ്ലോവിൻ്റെ പൗരാണികാനുബന്ധനമാണ് അവിടെ ഉത്തരവായിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രബലനത്തിന് ഊന്നൽ നൽകുന്ന പഠന സിദ്ധാന്തം ഏതാണ്? പ്രബലനം, ചോദക പ്രതികരണം എന്ന് പറഞ്ഞ പോലെയാണ് പ്രബലനം, ചോദകം എന്ന് പറയുന്ന പോലെ കേട്ടോ. അതിന് ഊന്നൽ നൽകുന്ന ഇതേതാ? നമ്മുടെ വ്യവഹാരവാദ സമീപനം കേട്ടോ. ബിഹേവിയറിസ്റ്റ് തിയറിയാണ് പ്രബലനത്തിന് ഊന്നൽ നൽകുന്നത്. ബാക്കിയെല്ലാം നമുക്ക് പഠിക്കാം കേട്ടോ, ഇങ്ങനെ തന്നെ. ഓക്കെ, അടുത്തത്. വ്യവഹാര പഠനം നടക്കുമ്പോൾ ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോജനം വഴിയാണ് സമർത്ഥിക്കുന്നു. ഇതേത് സിദ്ധാന്തമാണ്? ഏതാ? ഇപ്പോൾ പഠിച്ചതാ. ഏതാ? പൗരാണികാനുബന്ധനം. കണ്ടോ, അത് ആരുടെയാ പൗരാണികാനുബന്ധം? പാവ്ലോവിന്. കണ്ടോ, എന്ന അതിനകത്ത് ഇത്രയും പോലെ പറയുന്നുണ്ട് കേട്ടോ. പൗരാണികാനുബന്ധനം, പാവ്ലോവ്, പാട്ടി എല്ലാം എടുക്കാം കേട്ടോ, ഏത് വേണം എടുത്തു. ഓക്കെ, അപ്പം വ്യവഹാര പഠനം എന്ന് പറഞ്ഞാൽ ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോജനം വരെയാണ് അത് കണ്ടുപിടിച്ചത്. പൗരാണിക സിദ്ധാന്തം കണ്ടുപിടിച്ചത് പാവ്ലോവാണ്. ഓക്കെ, അടുത്തത്. പാവ്ലോവിൻ്റെ പൗരാണിക സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് മുമ്പ് പട്ടിക്ക് നൽകിയിരുന്ന മാംസം അറിയപ്പെട്ടിരുന്നു. കണ്ടോ, വീണ്ടും അതുള്ള ചോദ്യം കണ്ടോ. അനുബന്ധനത്തിന് മുമ്പേ കഴിഞ്ഞ ശേഷമായിരുന്നു, ഇപ്പം അതിന് മുമ്പാ. കണ്ടുപിടിച്ചോ, ഉത്തരം പറഞ്ഞു. ആ ഉത്തരം നിങ്ങൾ നോക്കണ്ട കേട്ടോ, ചിലപ്പോൾ തെറ്റായിരിക്കും. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അൺകണ്ടീഷനിങ് സ്റ്റിമുലസ് ആണ്. കണ്ടോ, കാരണം എന്താണ്? അതിന് മുമ്പ് നമ്മൾ നൽകിയ ഇതെന്ന് പറഞ്ഞാൽ ചോദകം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷനിങ് ആയിട്ടുള്ള എന്തായിരുന്നു? സ്റ്റിമുലസ് ആയിരുന്നു. നായ്ക്ക് ഒബ്വിയസ്ലി ഇറച്ചിപ്പൊടി കൊടുത്താൽ പട്ടയുമായിരുന്നു വെള്ളം വരിക. അത് അൺകണ്ടീഷനിങ് ആയിട്ട് സംഭവിക്കുന്നത്. പക്ഷേ കണ്ടീഷനിങ് ആയിട്ട് നമ്മൾ കൊടുത്തത് എന്താണ്? മണി. കണ്ടീഷനിങ് ആയിട്ടുള്ള പ്രതികരണം എന്തായിരുന്നു? സലീവ. എന്താണ്? തുപ്പൽ വന്നു അല്ലേ? അൺകണ്ടീഷനിങ് ആയിട്ടുള്ള പ്രതികരണം എന്തായിരുന്നു നമ്മൾ കൊടുത്തത്? മണിയച്ച് കേൾപ്പിച്ചപ്പോൾ അവിടുന്ന് ഉമ്മിനി സ്രവം വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കഴിഞ്ഞു കേട്ടോ, സമാധാനം. ഓക്കെ, കിട്ടിയോ? ഇത് ഞാനൊരു 3-4 വർഷത്തെ ഇപ്പം ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് സ്കാൻ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്ന രീതി മനസ്സിലായോ? രീതി കിട്ടിയോ? ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് വയ്ക്കുന്നത്. നമ്മൾ നേരെ പഠിച്ചിട്ട് പോകും, പക്ഷെ നമ്മൾ ചോദിക്കുന്നതെല്ലാം തലതിരിച്ച് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചെങ്കിൽ മാത്രമേ ഈ പരിപാടി നടക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 2019 അങ്ങ് പഴയ ക്വസ്റ്റ്യനാണ്. നോക്കി, പാവ്ലോവിൻ്റെ പൗരാണിക സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് മുമ്പ് ആ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചാൽ കണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് വന്നത് കണ്ടോ. നൽകിയിരുന്ന മാംസം അനുബന്ധനത്തിന് മുമ്പ് ഇപ്പോൾ ചോദ്യത്തിനെ വീണ്ടും റിപ്പീറ്റായിട്ട് ചോദിച്ചോ കേട്ടോ. ഇനി അടുത്തത് ചോദക പ്രതികരണങ്ങളുടെ പഠനം നടക്കുന്നത് ഏതാണ്? ഇവിടെ കണ്ടോ, ചോദക പ്രതികരണങ്ങളുടെയാണ് പഠനം നടക്കുന്നത്. ഊന്നൽ നൽകുന്നത് ഏതാണ്? ചേഷ്ടാവാദം. കണ്ടോ, ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിനകത്ത് വാക്ക് കണ്ടോ, ചേഷ്ടാവാദം എന്ന്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ചേഷ്ടാവാദം, വ്യവഹാരവാദം, ബിഹേവിയറിസം, ഇതെല്ലാം ഒരു വാക്കാണ് കേട്ടോ. അപ്പം പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറുള്ളതാണ് ചേഷ്ടാവാദം. 2019 കോവിഡിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ചോദ്യം വരുന്നത്. അതിനകത്ത് വരുന്നതാണ് ചേഷ്ടാവാദം. അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, രണ്ടും നോക്കണം കേട്ടോ. ഇനി 2018 ചോദ്യം ഉണ്ടോ, വീണ്ടും 2018 ചോദ്യം ഉണ്ടോ. ചോദക പ്രതികരണ ബന്ധത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്ന ആരാണ്? അതും ചേഷ്ടാവാദം തന്നെ. കണ്ടോ, തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കുന്ന ചോദ്യം ഇതാണ് കേട്ടോ. അപ്പം ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുന്ന മാറ്റം മനസ്സിലായോ? ഓക്കെ, ഇവിടെയും കാണും എന്തെങ്കിലുമൊക്കെ. ഓക്കെ,
താഴെ കൊടുത്തിരിക്കുന്ന ഒറ്റ ആനെ കണ്ടെത്തുക. പറഞ്ഞോ, അതേ കിടക്കുന്നു. വെരി ഗുഡ്, സ്കിന്നർ. അടുത്തയാൾ. ഈ ക്വസ്റ്റ്യൻ അവിടെ പഠിച്ചത് തന്നെ റിപ്പീറ്റ് വന്നു കേട്ടോ. ഇംഗ്ലീഷ് അധ്യയന ഭയം എന്നാണ്. അപ്പോൾ 4ാം ക്ലാസ് ഇംഗ്ലീഷ് പഠിച്ചത്. 6ാം ക്ലാസ് അധ്യാപകന് 4ാം ക്ലാസ്സിൽ പഠിച്ച അദ്ദേഹത്തെ പോലെ അധ്യാപനം കണ്ടപ്പോൾ ഭയം തോന്നി. ഏതാശയമാണിത്? ചോദക സാമാന്യവൽക്കരണം. ഓക്കെ. ഇനി തോണ്ടൈക്കിൻ്റെ അത് പഠിച്ചില്ലല്ലോ. ഇനി ഇത് ഈ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ അത് കേട്ടോ. ഓക്കെ. അപ്പം ഇതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത. കിട്ടിയോ? ഇതിൽ നിന്ന് ഇഷ്ടം പോലെ ചോദ്യം ചോദിക്കും കേട്ടോ. നിങ്ങളെല്ലാം ക്വസ്റ്റ്യൻ പെടുത്ത് നോക്കിയോ. ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് ഉറപ്പായിട്ടും നിങ്ങളോട് ചോദിച്ചിരിക്കും. അപ്പം ഇതിനെപ്പറ്റി വ്യക്തമായിട്ട്